PU ചിത്രയോട് വലിയ അനീതി കാട്ടിയിരിക്കുന്നു. PU ചിത്രയ്ക്ക് അനുകൂലമായ ഹൈക്കോടതി വിധിയെപ്പോലും അട്ടിമറിക്കാൻ സാങ്കേതിക തടസ്സങ്ങൾ നിരത്തി ഫെഡറേഷന്റെ നീക്കം. ഫെഡറേഷന്റെ ശ്രമത്തിന്റെ ഒടുവിൽ ഇതാ PU ചിത്രയ്ക്ക് ലണ്ടനിൽ അത്ലറ്റിക് ഫെഡറേഷനിൽ പങ്കെടുക്കാൻ പോകാനാകില്ല, ഉൾപ്പെടുത്താനാകില്ല എന്ന പുതിയ നിലപാട്, ഏറ്റവും പുതിയ നിലപാട് പുറത്തെത്തുമ്പോൾ ഈ വലിയ അനീതിക്കെതിരെ കേരളം മുഴുവൻ ചിത്രയ്ക്കൊപ്പമാണ് നിൽക്കുന്നത്. തീർച്ചയായും ദേവദാസ് കൂടി നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചേരുകയാണ്. ദേവദാസ് ലൈനിലുണ്ടെങ്കിൽ, അതായത് ഇത്ര വലിയ ഒരു അനീതി ഈ പെൺകുട്ടിയോട് കാട്ടി ഇനിയുള്ള സാധ്യതകളാണ് നാം ആരായുന്നത്. ഒരുപക്ഷെ പ്രധാനമന്ത്രിക്ക് കത്തയക്കുകയോ ഇതിനകത്ത് വലിയ മറ്റൊരു തമാശയുണ്ട് ശ്രീ ദേവദാസ്. അതായത് PT ഉഷ ഒരുപാട് അനീതികൾ നേരിട്ട ഘട്ടത്തിലൊക്കെ മാധ്യമ സഹായം നേടുകയും മാധ്യമങ്ങളുമായി സഹകരിക്കുകയും ചെയ്ത PT ഉഷ ഇപ്പോൾ പറയുന്നു മാധ്യമങ്ങളെയൊക്കെ തിരസ്കരിക്കുന്നു എന്ന്. പണ്ട് PT ഉഷയോട് ആരൊക്കെ എന്തൊക്കെ ക്രൂരതകൾ കാട്ടിയിട്ടുണ്ടോ ആ അവഗണനകൾ വരും തലമുറയോടും അവർ കാട്ടാൻ നോക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളെ വേണ്ട, തിരസ്കരിക്കുന്നു. അനീതിയുടെ വശങ്ങൾ വളരുന്നത് നോക്കിക്കോണം. അതെ അജിംഷാദ്, അതിങ്ങനെയേ നോക്കണ്ടു. നിങ്ങൾ ആ ദിലീപിന്റെ കേസെല്ലാം എല്ലാവരും മീഡിയ പറഞ്ഞപ്പോൾ അമ്മയും മറ്റേതും ഇപ്പം പറയുന്നില്ല, ഓണത്തിന് നമ്മൾ തിരസ്കരിക്കും നിങ്ങളെ. ഓക്കെ, ഇവർ തന്നെയാണ് ഇപ്പൊ PT ഉഷ അതന്നെ ചെയ്യുന്നത്. എന്താ PT ഉഷ കേരളത്തിൽ നിന്ന് കിട്ടേണ്ടതില്ല ഊറ്റിയെടുത്തു. ഇനി കേരളത്തിൽ നിന്നൊന്നും കിട്ടാനില്ല. അപ്പൊ കേന്ദ്രത്തിൽ പോയിട്ട് ഇനി കേരളം ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണിച്ചാൽ വല്ല എല്ലും കഷ്ണം ഈ അഞ്ജു ബോബി ജോർജിനും PT ഉഷയ്ക്കും കിട്ടും. എന്താ പറയാ, ഇവിടെ ഒരു ലെഫ്റ്റ് ഗവൺമെന്റ് ആയതുകൊണ്ട് അതിന്റെ എതിരെ കാണിക്കാൻ വേണ്ടിയിട്ട് കാവി കളിക്കുന്നതിൽ കല വെച്ചു കൊടുക്കുന്ന PT ഉഷയല്ലോ. പക്ഷെ PT ഉഷന്റെ വേറെ ഒന്നും കൂടി അജിംഷാദ് അറിയണം ചരിത്രം. 2 കൊല്ലം മുമ്പേ സ്കൂൾ മീറ്റിൽ ഒരു റിലേ ടീമിൽ പാവം ഒരു കോഴിക്കോട് സ്കൂളിൽ നിന്ന് ഒരു അച്ഛൻ മാത്രമുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, നല്ല ടൈമിംഗ് ആയിട്ട്. അപ്പൊ അവളാണ് വേണ്ടത്. അതിനെ പേടിപ്പിച്ചിട്ട് ഒതുക്കി നിർത്തിയിട്ട് ഇവളുടെ ഡിസൈപ്പിളിന് 7ാം ടൈമിംഗ് ബെസ്റ്റ് ടൈമിങ്ങേ ഉള്ളൂ. എന്നിട്ട് അവളെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ കുട്ടി പൊട്ടിക്കരഞ്ഞു. അതും അപ്പം മറ്റുള്ളവർ കൂടിയപ്പാണ് പിന്നെ ആ നീതികേടിന്റെ അവളെ ഉൾപ്പെടുത്തിയത്. അതുപോലും സ്കൂൾ മീറ്റിൽ ചെയ്യാൻ മരിക്കാത്ത PT ഉഷ പിന്നെ ചിത്രേന ചെയ്യുന്നതിൽ വല്ല അത്ഭുതം ഉണ്ടോ? തീർച്ചയായും ദേവദാസ്, ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. സാങ്കേതികത്വം പറഞ്ഞ് ഇത്തരം അവകാശങ്ങളുടെ വലിയ ആനുകൂല്യങ്ങൾ പറ്റി കടന്നു പോകുന്നവർ ചവിട്ടിമതിക്കപ്പെടുന്നത് ഇന്ത്യയുടെ കായിക പാരമ്പര്യത്തെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാവം പെൺകുട്ടിയോട് കാണിച്ച അനീതിക്കെതിരെ തീർച്ചയായും ശബ്ദിക്കേണ്ടതുണ്ട്. കേരളം ഒപ്പമുണ്ട് ചിത്രയ്ക്ക്, ഒപ്പം പീപ്പിൾ TVയും ഒപ്പമുണ്ട് ചിത്രയ്ക്ക്. പ്രധാന തലക്കെട്ടുകളിലേക്ക് പോകാം. തലക്കെട്ടുകളിലേക്ക് ലണ്ടനിലെ ലോക അത്ലറ്റിക് മീറ്റിൽ നിന്നും PU ചിത്രയെ ഒഴിവാക്കിയ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകമാകുന്ന ഒരു ഘട്ടം. ഹൈക്കോടതിയുടെ വിധിയെ അട്ടിമറിക്കുകയാണ്. ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങൾ സഹിതമുള്ള വാർത്തയിലേക്ക് നമുക്കെത്താം. ഓഫീസ് കാണിക്കുന്ന അനാസ്ഥ, ഫെഡറേഷന്റെ ഓഫീസ് കാണിക്കുന്ന അനാസ്ഥയുടെ ദൃശ്യങ്ങളടക്കം നമുക്ക് അല്പസമയത്തിനകം പീപ്പിൾ TV വാർത്താ സംഘം എടുത്ത ദൃശ്യങ്ങൾ സഹിതം നൽകാം. അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് മറ്റു ചില വാർത്തകളിലേക്ക്. ദിലീപിന്റെ D സിനിമാസിന്റെ ഭൂമി കയ്യേറ്റം വിജിലൻസ് അന്വേഷിക്കും. തൃശൂർ വിജിലൻസ് കോടതിയുടേതാണ് ഉത്തരവ്. നിർണായകമായ കാര്യം, കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഡെവലപ്മെന്റ്. പൾസർ സുനിയുടെ മൊഴി പുറത്തെത്തിയിരിക്കുന്നു. കാവ്യ മാധവന്റെ ഡ്രൈവറായി പൾസർ സുനി 2 മാസം ജോലി നോക്കിയിരുന്നു എന്ന പൾസർ സുനിയുടെ നിർണായകമായ മൊഴിയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി കേരളം ശ്രവിക്കുന്നത്. ഒരുപക്ഷെ ഏതു കാലയളവിലാണ് പൾസർ സുനി കാവ്യ മാധവന്റെ ഡ്രൈവറായിരുന്നത്? അങ്ങനെയാണെങ്കിൽ 2013 നടന്ന ഗൂഢാലോചനയുടെ ഫലമാണെന്ന പോലീസ് പറഞ്ഞ കാര്യങ്ങളിലേക്ക് സ്ഥിരീകരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് കാവ്യ മാധവന്റെ ഡ്രൈവറായി പൾസർ സുനി ഉണ്ട് എന്ന മൊഴി സൂചിപ്പിക്കുന്നത്? ഒപ്പം കാവ്യ മാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ പൾസർ സുനി
മെമ്മറി കാർഡുമായി പൾസർ സുനിയോ പൾസർ സുനിയുടെ പ്രതിനിധിയോ പോയി എന്ന് പറയുന്നതിലെ കാര്യങ്ങൾ, മാഡം എന്ന വാക്കിന്റെ സാന്നിധ്യം, അർത്ഥം ഇത്യാദി കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ് ചേരുകയാണ്. ഉമേഷ്, പൾസറിന്റെ ഇപ്പോഴത്തെ പുതിയ മൊഴി എന്താണ്? പോലീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് പൾസർ സുനി ഒരു പ്രധാനപ്പെട്ട മൊഴി നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ പൾസർ സുനിയുടെ പ്രധാനപ്പെട്ട ഒരു മൊഴി പോലീസിന്റെ പക്കലുണ്ട്. അത് താൻ കാവ്യ മാധവന്റെ ഡ്രൈവർ ആയിരുന്നു എന്ന മൊഴിയാണ്. ഏകദേശം 2 മാസക്കാലത്തോളം കാവ്യ മാധവന്റെ ഡ്രൈവറായി താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പൾസർ സുനി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് വിവരം. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2013 ശേഷമാണ് ഇത്തരത്തിൽ ഡ്രൈവറായി പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് സൂചനകൾ വരുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് മറ്റു ചില വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അതായത് ദിലീപും കാവ്യ മാധവനും അവസാനമായി ഒന്നിച്ച് അഭിനയിച്ച ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് കാവ്യ മാധവന്റെ ഡ്രൈവറായി സുനിയെ കണ്ടിരുന്നതായുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. അത് സാധൂകരിക്കത്തക്ക രീതിയിലുള്ള ഒരു മൊഴിയാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. കാവ്യ മാധവന്റെ ഡ്രൈവറായി താൻ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പൾസർ സുനി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിന് ശേഷമാണ് പിന്നീട് കാവ്യ മാധവനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തത്. എന്നാൽ കാവ്യ മാധവൻ ഇതെല്ലാം നിഷേധിച്ചുകൊണ്ടുള്ള മറുപടിയാണ് പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് പൾസർ സുനിയെ അറിയുകയേ ഇല്ല എന്ന് തന്നെയാണ് കാവ്യ മാധവൻ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ലാത്ത ഒരു സാഹചര്യം വരും. പൾസർ സുനിയെ തനിക്ക് അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുനിയുടെ മൊഴി അനുസരിച്ചുള്ള ചോദ്യങ്ങൾ തന്നെ കാവ്യ മാധവനോട് ചോദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നോ എന്ന ചോദ്യം കാവ്യ മാധവനോട് ചോദിച്ചിട്ടുണ്ട്. എന്നാൽ തനിക്ക് സുനിയെ അറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതുകൂടാതെ നേരത്തെ അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ കാവ്യ മാധവന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ വസ്ത്രവ്യാപാര കേന്ദ്രമായ കാക്കനാട്ടുള്ള ലക്ഷ്യയിൽ പൾസർ സുനി എത്തിയിരുന്നു എന്ന ഒരു വിവരം കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ യാഥാർത്ഥ്യവും കാവ്യ മാധവനോട് ചോദിച്ചെങ്കിൽ കൂടി അതും ഇല്ല, പൾസർ സുനിയെ അറിയില്ല എന്ന മറുപടി തന്നെയാണ് കാവ്യ മാധവൻ ആവർത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഘട്ടത്തിൽ നിർണായകമായ മൊഴികൾ പോലീസിന്റെ പക്കൽ ഉണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഈ പ്രത്യേകിച്ച് കാവ്യ മാധവന്റെ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചാൽ അത് വലിയ മാനങ്ങൾ ഈ കേസിൽ ഉണ്ടാകും. വലിയ നിർണായകമായ വഴിത്തിരിവ് ഈ കേസിൽ ഉണ്ടാകും എന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഇപ്പോൾ പോലീസ് നോക്കുന്നത് ഈ മൊഴിയുടെ വാസ്തവം ആണ്. അത് സംബന്ധിച്ച അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം താൻ ഡ്രൈവറായി പ്രവർത്തിച്ചിരുന്നു എന്ന് പൾസർ സുനി പറയുന്നു. അത് തീർത്തും നിഷേധിച്ചുകൊണ്ടുള്ള മറുപടികൾ കാവ്യ മാധവനിൽ നിന്നും വരുന്നു. അപ്പോൾ ഈ പൊരുത്തക്കേടുകൾ തീർക്കാനായി അല്ലെങ്കിൽ ഇതിലെ സംശയങ്ങൾ ദൂരീകരിക്കാനായി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അന്വേഷണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കാവ്യവുമായി അടുപ്പമുള്ളവരെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ സെറ്റിലോ ഷൂട്ടിംഗ് ലൊക്കേഷനിലോ മറ്റോ കാവ്യാമാധവന്റെ ഡ്രൈവറായി സുനി വരുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് ഇനി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ഈ വഴിക്കാണ്. ഈ പൾസർ സുനിയുടെ പ്രധാനപ്പെട്ട മൊഴിയിലെ യാഥാർത്ഥ്യം തന്നെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്. തീർച്ചയായും ഉമേഷ്, വളരെ സുപ്രധാനമാണ്. ഒരു പക്ഷേ കാവ്യ മാധവന്റെയും അമ്മ ശ്യാമളയുടെയും ഒക്കെ മൊഴിയെടുക്കുന്ന ഘട്ടത്തിൽ പോലീസിന് ചില കാര്യങ്ങൾ ബോധ്യമായി. അതായത് 13 മണിക്കൂർ നീണ്ട ദിലീപിന്റെ ചോദ്യം ചെയ്യലിൽ പുറത്തെത്തിയ പുതിയ സൂചനകൾ ഒരു പക്ഷേ നിർണായകമായ തെളിവുകളുമായി ഒത്തുനോക്കിയപ്പോൾ പോലീസിന് ഈ ഗൂഢാലോചന 120 ബോധ്യമാക്കുന്ന സ്ഥിരീകരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങളാണ് ബോധ്യമായത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പൾസർ സുനിക്ക് നൽകിയിരിക്കുന്ന മൊഴി, അതായത് 2 മാസം കാവ്യ മാധവന്റെ ഡ്രൈവറായി നിലനിന്നിരുന്നു പൾസർ സുനി എന്ന പൾസർ സുനിയുടെ മൊഴി, ഒരുപക്ഷെ ആ മൊഴിയും തൊട്ടു മുമ്പ് ഇപ്പോൾ കാവ്യ മാധവനിൽ നിന്നും ശേഖരിച്ച വിവരങ്ങളുമായി ഒത്തുനോക്കുമ്പോൾ വരുന്ന വിയോജിപ്പുകൾ ഒരുപക്ഷെ അന്വേഷണ സംഘത്തെ കൃത്യമായി ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സഹായിക്കുമോ ഉമേഷ്? തീർച്ചയായും അത് തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. കാരണം പൾസർ സുനിയുടെ മൊഴി എന്ന് പറയുമ്പോൾ ഈ കേസിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് പൾസർ സുനി. ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തയാളാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മൊഴികളിൽ ഏതെല്ലാമാണ് യാഥാർത്ഥ്യം എന്നുള്ളത് പോലീസിന് വീണ്ടും ഉള്ള അന്വേഷണത്തിലൂടെ മാത്രമേ അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഒരുപക്ഷെ ആരോപണം ആർക്കെതിരെയും ഉന്നയിക്കാം, അതിലെ യാഥാർത്ഥ്യമാണ് പോലീസിന് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നിലവിൽ ദിലീപിന് എതിരായ പല മൊഴികളും സത്യമാണ് എന്ന്
നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ഈ ചോദ്യം ചെയ്യലിൽ ബോധ്യമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെളിവുകളെല്ലാം ദിലീപിന് എതിരായപ്പോൾ തന്നെയാണ് ദിലീപിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പിന്നീട് അന്വേഷണ സംഘത്തിന് അറിയേണ്ടത് ഈ ഗൂഢാലോചനയിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് തന്നെയായിരുന്നു. അതിന്റെ തുടരന്വേഷണമാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് ദിലീപിന്റെ ഭാര്യ കൂടിയായ കാവ്യമാധവനെയും കാവ്യമാധവന്റെ അമ്മ ശ്യാമളയെയും പോലീസ് കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തത്. ഈ ചോദ്യം ചെയ്യലിൽ വളരെ വലിയ അവ്യക്തതകൾ ഉണ്ടായിരുന്നു എന്ന് അന്വേഷണ സംഘം ആ ഘട്ടത്തിൽ തന്നെ അന്വേഷണ സംഘം അത് തന്നെയാണ് ഉമേഷ്. അതായത് പൾസർ സുനിയെ പരിചയമേ ഇല്ല എന്ന നിലപാടായിരുന്നു ആദ്യഘട്ടത്തിൽ ദിലീപ് സ്വീകരിച്ചിരുന്നത്. ഒരുപക്ഷെ മൊഴിയിലൂടെയും ജോർജേട്ടൻ സ്ഫൂരത്തിന്റെ പല സെൽഫിയിലൂടെയും ഒക്കെ പുറത്തെത്തിയത് പൾസർ സുനിയുമായി കൃത്യമായ ബന്ധവും പരിചയവും ദിലീപിനുണ്ട് എന്നതാണ്. അതിൽ നിന്നുള്ള രണ്ടാമത്തെ പുരോഗതിയാണിത്. കാവ്യമാധവൻ ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞത് ഒരു പരിചയവും പൾസർ സുനിയുമായി ഇല്ല എന്നാണ്. ഒരുപക്ഷെ പൾസർ സുനിയെ വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയില്ല, കാരണം അയാൾ വിശ്വാസ്യമായ ഒരു വ്യക്തിത്വമല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൾസർ സുനി ഡ്രൈവറായി പ്രവർത്തിച്ചിട്ടുണ്ട് കാവ്യമാധവന്റെ എന്ന പൾസർ സുനിയുടെ മൊഴി ശരിയാണെങ്കിൽ കാവ്യമാധവൻ പറഞ്ഞതിലെ കൃത്യമായ വൈരുദ്ധ്യം, പൾസർ സുനിയെ തനിക്കറിയില്ല എന്ന ദിലീപിന്റെ അതേ വാക്കുകൾ കാവ്യമാധവൻ ആവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ കേസിൽ കൃത്യമായ തുമ്പും ഗൂഢാലോചനയിലേക്കുള്ള പോക്കും പോലീസിനെ സംബന്ധിച്ച് കൃത്യമാകും. അല്ലേ ഉമേഷ്? അങ്ങനെയാണ് കണക്കാക്കേണ്ടത്. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിയുടെ മൊഴി മുഴുവനായി വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയില്ല. അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യം ചെയ്യലുകൾ പോലീസ് നടത്തുന്നത്. കാവ്യമാധവനെയും കാവ്യമാധവന്റെ അമ്മയെയും ചോദ്യം ചെയ്തു. ഇതിൽ പല അവ്യക്തതകളും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൾസർ സുനിയുടെ മൊഴിയുമായി ബന്ധപ്പെടുത്തിയാണ് കാവ്യമാധവനോട് പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കാവ്യമാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയത് സംബന്ധിച്ചും ഇത്തരത്തിൽ ഡ്രൈവർ ആയിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചപ്പോഴെല്ലാം ഇല്ല എന്നുള്ളതായിരുന്നു. അത്തരത്തിൽ പൾസർ സുനി അറിയില്ല എന്നുള്ളതായിരുന്നു കാവ്യമാധവന്റെ മൊഴി. ആ ഒരു ഘട്ടത്തിലാണ് ഈ കാവ്യമാധവനുമായി ബന്ധപ്പെട്ട മറ്റ് സുഹൃത്തുക്കളെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. അത്തരത്തിലുള്ള കൂടുതൽ പേരുടെ മൊഴി എടുക്കും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലോ മറ്റോ ഇത്തരത്തിൽ സുനിയെ കണ്ടവരുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പോലീസിന് അന്വേഷിച്ചറിയേണ്ടതുണ്ട്. അത്തരത്തിൽ അന്വേഷിച്ച് അത് സത്യമാവുകയാണെങ്കിൽ കാവ്യമാധവനെ വീണ്ടും ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അക്കാര്യം കഴിഞ്ഞ ദിവസം റൂറൽ എസ് പി അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ആവശ്യമെങ്കിൽ ഇവരെ വീണ്ടും ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആർക്കും ക്ലീൻ ചിറ്റ് കൊടുത്തിട്ടില്ല എന്ന സൂചന റൂറൽ എസ് പിയുടെ വാക്കുകളിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഉണ്ടാകും എന്ന് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത്തരത്തിലൊരു നിർണായകമായ മൊഴി പോലീസിന്റെ പക്കലുള്ള ഘട്ടത്തിൽ ഒരുപക്ഷെ കാവ്യമാധവനുമായി ബന്ധപ്പെട്ട അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്ത ശേഷം എന്തെങ്കിലും വൈരുദ്ധ്യം കാണുകയാണെങ്കിൽ വീണ്ടും ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് നിർണായക നീക്കങ്ങൾ നടക്കാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കാണാനാകുന്നത്. തീർച്ചയായും വളരെ ശരി. കെ എം ഉമേഷ് ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. പൾസർ സുനിയുമായി ബന്ധപ്പെട്ട കൊച്ചിയിൽ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട നിർണായകമായ വിവരങ്ങളുടെ ഏറ്റവും പുതിയ സൂചനകളാണ് പുറത്തെത്തുന്നത്. പിടിയിലായ പൾസർ സുനി എന്ന ഈ കൃത്യം ചെയ്ത പ്രതിയുടെ തന്നെ മൊഴിയാണ് ഏറ്റവും പുതിയതായി പുറത്തെത്തുന്നത്. കാവ്യമാധവന്റെ ഡ്രൈവറായും താൻ 2 മാസം ജോലി നോക്കിയിരുന്നു എന്ന നിർണായകമായ മൊഴിയാണ് പൾസർ സുനിയിൽ നിന്നും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. തുടർന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്ന് വരുന്ന ബുള്ളറ്റുകളിലേക്ക് പോകാനാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഉമേഷ് നൽകിയത്. PU ചിത്രയ്ക്ക് വേണ്ടി പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിനും ആരംഭിച്ചിരിക്കുന്നു. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ലെന്ന് അത്ലറ്റിക് ഫെഡറേഷന്റെ നിലപാട് ഏറ്റവും പുതിയതായി എത്തുമ്പോൾ ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചു എന്ന അത്ലറ്റിക് ഫെഡറേഷൻ സാങ്കേതികമായ കാരണങ്ങൾ നിരത്തുകയാണ്. ഇത്തരം സാങ്കേതിക തടസ്സങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി വിധി മറികടക്കാനുള്ള ശ്രമം നടക്കുന്നതായി പീപ്പിൾ TV രാവിലെ തന്നെ റിപ്പോർട്ടും ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുന്നു. മനു, ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടെത്തി, നമ്മുടെ അന്വേഷണത്തിൽ ബോധ്യമായതാണ്. അതായത് ഹൈക്കോടതിയുടെ വിധിയെ വളരെ വിദഗ്ധമായി മറികടക്കാനുള്ള നീക്കം നടക്കുന്നു എന്ന്. അത് ശരിയായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പുറത്തെത്തുന്ന വിവരങ്ങൾ എന്തൊക്കെ? ഏറ്റവും പുതിയത് എന്തൊക്കെ? ചിത്രയെ ഇപ്പോൾ ലോക അത്ലറ്റിക്സിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി പ്രായോഗികമായി നടപ്പാക്കാനാകില്ല എന്നാണ് അത്ലറ്റിക് ഫെഡറേഷൻ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ മീഡിയ മാനേജർ ദിവേഷ്
ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നമ്മളോട് ഫോണിലൂടെ അറിയിക്കുകയുമുണ്ടായി. ഇതിന് കാരണമായി ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നത് ഈ മാസം 24-ാം തീയതി വരെയായിരുന്നു ഈ ഇന്ത്യൻ ടീം അംഗങ്ങളെ പ്രഖ്യാപിക്കേണ്ടതും പിന്നീട് ഇത് സംബന്ധിച്ചുള്ള ഈ റിപ്പോർട്ട് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ നൽകേണ്ടിയിരുന്നത്. ഈ സമയപരിധി അവസാനിച്ചിരിക്കുന്നു. ഈ സമയപരിധി അവസാനിച്ച സാഹചര്യത്തിൽ ഇനി വീണ്ടും PU ചിത്രയുടെ പേര് നിർദ്ദേശിച്ചാൽ ഇത് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗീകരിക്കില്ല എന്നാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ നയം. മറ്റൊരു കാരണം ചൂണ്ടിക്കാട്ടുന്നത് 1500 മീറ്ററിലാണ് PU ചിത്ര മത്സരിക്കുന്നത്. നിലവിൽ തന്നെ 1500 മീറ്ററിൽ കൂടുതൽ മത്സരാർത്ഥികൾ ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു. ഇത്തരം കൂടുതൽ മത്സരാർത്ഥികൾ വിഭാഗമായ 1500 മീറ്ററിൽ ഇനി വീണ്ടും PU ചിത്രയുടെ പേര് സമയകാലാവധി അവസാനിച്ചതിന് ശേഷം വീണ്ടും ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർദ്ദേശിച്ചാലും ഇത് ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗീകരിക്കില്ല എന്നാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ നയം. മറ്റൊരു താരത്തെ ഇതിനു മുമ്പ് സമാനമായ രീതിയിൽ 100 മീറ്ററിൽ മത്സരിക്കാൻ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ഇമെയിൽ മുഖാന്തരം ഫെഡറേഷൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ഈ സമയപരിധി കഴിഞ്ഞിട്ടും ഉൾപ്പെടുത്തിയിരുന്നത്. പക്ഷേ 100 മീറ്റർ ഇനത്തിൽ മത്സരാർത്ഥികൾ കുറവായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ താരത്തെ ഉൾപ്പെടുത്തിയത്. പക്ഷേ PU ചിത്രയുടെ കാര്യം വരുമ്പോൾ 1500 മീറ്ററിൽ കൂടുതൽ മത്സരാർത്ഥികളുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇനി പേര് നിർദ്ദേശിച്ചാൽ അംഗീകരിക്കില്ല എന്നാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഇപ്പോഴത്തെ നിലപാട്. ഇതോടൊപ്പം ഈ തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമയപരിധി അവസാനിച്ചു, അതിനാൽ ഉൾപ്പെടുത്താനാകില്ല എന്ന് ഹൈക്കോടതിയിൽ മറുപടി നൽകാനാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ നീക്കം. അതിനാൽ കോടതി വിധി നടപ്പാക്കാനുള്ള നടപടികളൊക്കെ തങ്ങൾ ചെയ്തു, പക്ഷേ സാങ്കേതികമായി നടപ്പാക്കിയില്ല എന്ന മറുപടിയാകും കോടതി. അവിടെയാണ് മനു ശങ്കരൻ അങ്ങനെ സാങ്കേതികത നിരത്തി ഒരുപക്ഷെ തങ്ങളുടെ അവകാശങ്ങളും അർഹതപ്പെട്ട ചില സാങ്കേതികത്വങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നത്. അവിടെയാണെങ്കിൽ കൃത്യമായി നമുക്ക് ഇടപെടാനുള്ളത്. ഒരുപക്ഷെ പീപ്പിൾ TV #, ക്യാമ്പയിൻ ആരംഭിച്ചു. ഈ കൈരളി പീപ്പിൾ TVയിലൂടെ 10 ലക്ഷം നിവേദനമാണ് PU ചിത്രയ്ക്ക് വേണ്ടി നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത്. നമ്മൾ #, ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. #, ക്യാമ്പയിൻ പ്രചരണം നാം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ PU ചിത്രയ്ക്കൊപ്പമാണ് പീപ്പിൾ TV എന്ന ഏറ്റവും പുതിയ പ്രഖ്യാപനം വരുമ്പോൾ, അതായത് മനു ശങ്കരൻ, ഒരു പക്ഷേ ഈ കാരണങ്ങൾ ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അതായത് നമുക്കിടപെടാനുള്ളത്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ജനങ്ങളോട് പങ്കുവച്ചാണ്. അതായത് ഈ ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു എന്ന് പറയുന്നതിലെ പൊള്ളത്തരം എന്തൊക്കെ? നാം ദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ ഓഫീസിൽ പോയപ്പോൾ, നാം ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ മനു ശങ്കരൻ? അജിംഷാ, വളരെ വിചിത്രമായ അനുഭവങ്ങളാണ് ഈ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ഓഫീസിൽ എത്തിയപ്പോഴും മനസ്സിലായത്. ഈ ഓഫീസിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊന്നും എത്തിയിരുന്നില്ല. ഇതിൽ നൽകിയിരിക്കുന്ന ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടി, ഈ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ പ്രസിഡന്റ് അതിൽ സുമരവര ഇപ്പോൾ ചില ആവശ്യങ്ങൾക്ക്, സ്വകാര്യ ആവശ്യങ്ങൾക്ക് മറ്റുമായി മുംബൈയിലാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ മറ്റൊരു സെക്രട്ടറി കൂടിയ CK വത്സൻ, ഇദ്ദേഹം ചെന്നൈയിൽ മറ്റൊരു കൂടിക്കാഴ്ചയ്ക്കായി പോയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് ഉദ്യോഗസ്ഥരൊന്നും ഇന്ന് ഓഫീസിൽ എത്തിയിട്ടുമില്ല. കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ ഇന്നലെ അറിയിച്ചിരുന്നത് ഇതിനുള്ള നിർദ്ദേശം ഉടനടി തന്നെ അത്ലറ്റിക്സ് ഫെഡറേഷന് നൽകും, തുടർന്ന് നടപടി ഉടൻ സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഈ മുംബൈയിലും ചെന്നൈയിലുമാണ് പ്രസിഡന്റും സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നില്ല, വലിയ മീറ്റിംഗ് എന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. മനു ശങ്കരൻ, അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാനാകുമല്ലോ. ഈ ഘട്ടത്തിൽ നമുക്ക് ബീനാമോളിലേക്ക് പോകാം. ബീനാമോൾ, അതായത് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണ് ഫെഡറേഷൻ, ദേശീയ ഫെഡറേഷൻ ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കുകയാണ്. കോടതി വിധി നടപ്പാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ശ്രമങ്ങൾ എന്ത് എന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങളുടെ വാർത്താ സംഘത്തിന് ബോധ്യമായി എന്താണ് ശ്രമമെന്ന്. ഓഫീസിൽ ആരുമില്ല. ഓരോ മണിക്കൂറുകളും പ്രധാനപ്പെട്ടതായിരുന്നു ഈ PU ചിത്രയുടെ വിഷയത്തിൽ. കോടതി വിധി വന്നതിന് ശേഷവും ഇതൊക്കെ പേരിന് നടപ്പാക്കുന്നു എന്ന് പോലും അവർ ചെയ്തില്ല. ഇതിന്റെയൊക്കെ വലിയ തിരിച്ചടിയാണ് PU ചിത്രയുടെ ആ വലിയ അവകാശം നിഷേധിക്കപ്പെട്ടത്. ബീനമോൾ, ഹലോ, പറയൂ. ഹൈക്കോടതിയുടെ ഓർഡർ വന്നിട്ടുണ്ട് ചിത്രേനെ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കണമെന്ന്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ കോടതിയുടെ ഒരു നിയമങ്ങളെ ബഹുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചിത്ര അവിടെ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ലണ്ടനിൽ എത്തേണ്ടതാണ്. പക്ഷെ അത് മറിച്ചാണെങ്കിൽ നമ്മുടെ നീതി ന്യായത്തിനോട് കാണിക്കുന്ന ഒരു മര്യാദക്കേടാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം തീർച്ചയായിട്ടും ആ കുട്ടി ഏഷ്യൻ മെഡൽ വന്നതാണ്, ഗോൾഡ് തന്നെയാണ് വന്നിരിക്കുന്നത്, പുറകിലല്ല വന്നിരിക്കുന്നത്.
ഓരോ മത്സരങ്ങളിലും ആ കുട്ടി അതിൻ്റെതായ ബെസ്റ്റ് ടൈം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ കുട്ടിക്ക് ഒരു അവസരമായിരുന്നു വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ പോയി പങ്കെടുക്കാനായിട്ടും. അവിടെ നല്ല പ്ലേയേഴ്സിന്റെ കൂടി പങ്കെടുത്തിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് ചെയ്ത ആ കുട്ടിക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിരുന്നു. പക്ഷെ അതാണ് ഇല്ലാതാകാൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ഇല്ലാതാകുന്നത്. അതാണ് ബീനമോൾ. അതായത് ഈ ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ ഇപ്പോൾ സാങ്കേതികമായ ചില കാര്യങ്ങൾ പറയാണ്, ടെക്നിക്കുകൾ നിരത്തുകയാണ്. അതായത് സമയപരിധി അവസാനിച്ചു, കോടതി വിധി നടപ്പാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. എന്ത് ശ്രമമാണ് നടക്കുന്നതെന്ന് പീപ്പിൾ ടിവിയുടെ വാർത്താ സംഘം അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ശ്രമവും നടക്കുന്നില്ല. ഓഫീസിൽ ആരുമില്ല, ആരും കൃത്യമായി പ്രവർത്തിക്കുന്നില്ല. ഇതിനുവേണ്ടി നിലനിൽക്കേണ്ട അമിത് സുമരവിള അടക്കമുള്ളവർ പല നാടുകളിലാണ്. ഇതൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത് ബീനമോൾ? അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനല്ലോ. ആ കുട്ടീനെ കൊണ്ടുപോകാൻ താല്പര്യമില്ലായിരിക്കും. അതാണല്ലോ ഇങ്ങനെ ഓഫീസറുടെ എനിക്ക് ഒരു കുട്ടീനെ കൊണ്ടുപോകാനായിട്ട് താല്പര്യമുള്ള ആൾക്കാരാണ്. തീർച്ചയായിട്ടും അവിടെ ഇന്ന് അവരെ ഒരു മീറ്റിംഗ് നടത്തിയിരിക്കും. ഹൈക്കോടതി ഉത്തരവാണ്. തീർച്ചയായിട്ടും അവരോട് മീറ്റിംഗ് നടത്തി ആ കുട്ടീനെ കൊണ്ടുപോകാനുള്ള സാഹചര്യം ഒരുക്കല്ലേ വേണ്ടത്. അതാണ്. അങ്ങനെ കോടതി വിധിയെപ്പോലും ഇവർ അട്ടിമറിക്കുകയാണ്. ഇവർക്കെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? എന്ത് നിയമപരമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്? ഇന്ത്യൻ കായിക രംഗത്തെ തളർത്തുന്ന ഇവരെയൊക്കെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടത്? ഞാൻ അത് പറയാനായിട്ട് യോഗ്യല്ല. കാരണം നമ്മുടെ ഇവിടെ നാട്ടില് അതിനുവേണ്ട നിയമങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വകുപ്പ് തന്നെ ഉണ്ട്. അപ്പൊ അവരത് തീരുമാനിച്ച് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. എനിക്കിത് മാത്രമാണ്. അർഹതപ്പെട്ട ഒരു കുട്ടിയും ഇങ്ങനെ വിഷമിക്കാൻ പാടില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ സ്പോർട്സ് താരങ്ങളും വളർന്നു വരുന്നത്. വളരെ പ്രയാസപ്പെട്ടാണ്. അപ്പൊ ആ കുട്ടിയെ ഏഷ്യൻ ട്രാക്ക് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് വന്നപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ നമ്മൾ പറയുന്ന പോലെ ലഡു പൊട്ടി തന്നെ ശരിക്കും എനിക്കൊരു വേൾഡ് ചാമ്പ്യൻഷിപ്പിന് പോകാമെന്നുള്ളതില്ല. പക്ഷെ ഇപ്പൊ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ അത് പോകാതെ വരുമ്പോൾ ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസികമായിട്ട് തകരുന്ന ഒരു അവസ്ഥയാണിത്. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കായികതാരം എന്നതിൽ അങ്ങനെ ഒരൊറ്റ കായികതാരത്തിനും വരാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഒരു കായിക താരം എന്നുള്ള പൂർണ്ണമായ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്വത്തോടും കൂടി തന്നെ ബീനാമോളിനോട് ഞങ്ങളും ചോദിക്കുന്നു. ബീനാമോൾ, അതായത് ഇനി മറച്ചു വെക്കേണ്ട കാര്യങ്ങളില്ല. ഇവർക്കൊക്കെ ഈ അനീതി ഉണ്ടാകുന്നെങ്കിൽ അത് കായിക രംഗത്തിനേക്കുന്ന തളർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ അതൊന്നും ഉണ്ടാകരുത്, മറച്ചു വെക്കേണ്ട. ആരാണ് ഇതിനൊക്കെ പിന്നിൽ? അറിയാവുന്നത് പറയൂ ബീനാമോൾ. ഇപ്പൊ നമുക്കറിയാലോ ഇതിന്റെ മുകളിൽ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഫെഡറേഷനാണല്ലോ ഇപ്പൊ ഇതിന്റെ തീരുമാനം എടുക്കേണ്ടത്. ഇപ്പൊ സെൻട്രൽ മിനിസ്റ്റർ പോലും പറഞ്ഞു അത് ആ കുട്ടീനെ വിടേണ്ടതാണെന്ന് സെൻട്രൽ മിനിസ്റ്റർ പോലും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ശരിക്കും ഫെഡറേഷനാണ് ഇതിന് തീരുമാനം എടുക്കേണ്ടത്. അപ്പൊ അവരാണ് തീരുമാനം എടുത്ത് ഈ കുട്ടീനെ കൊണ്ടുപോകേണ്ടതും അതിന് വേണ്ട അവിടെ എൻട്രി വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതും ഫെഡറേഷൻ തന്നെയാണല്ലോ. അത് ആദ്യമേ തന്നെ അവർ ചെയ്യാത്ത പ്രശ്നങ്ങളാണ് ഇതിനെല്ലാം വന്നിരിക്കുന്നത്. ഈ സെലക്ഷൻ കമ്മിറ്റിയുടെ കാര്യം പറയുമ്പോൾ PT ഉഷ അടക്കമുള്ളവർ ചെയ്ത വലിയ രീതി, എന്തിനാണ് PT ഉഷയെ പോലെയുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്? ബീനമോൾ, ശ്രീ തീർച്ചയായിട്ടും പന്ന്യൻ രവീന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ കേൾക്കാമോ? കേൾക്കാം. അതായത് താങ്കൾ കായിക പ്രേമമുള്ള ഒരു പൊതുപ്രവർത്തകനാണ്. തീർച്ചയായും PU ചിത്രയുടെ വിഷയം, PU ചിത്രക്കേറ്റ ഈ അനീതി ഒരു പക്ഷേ ആരെക്കാളും വലിയ വേദനയോടുകൂടി താങ്കൾക്കാണ് ഉണ്ടാവുക എന്ന് പ്രതീക്ഷിക്കുന്നു. PU ചിത്രയുടെ വിഷയത്തിൽ പീപ്പിൾ TV ദ ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടങ്ങിയിരിക്കുന്നു. കോടതി വിധിയെപ്പോലും ഇവർ അട്ടിമറിക്കുകയാണ്, പല കാരണങ്ങൾ നിരത്തി. എന്താണ് ഇതിന് വേണ്ടത്? ഈ കാര്യത്തിൽ പീപ്പിൾ TV എടുക്കുന്ന പരിശ്രമങ്ങൾ ഏറ്റവും ശ്ലാഘനീയമാണ്. കാരണം ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ചില ആളുകൾ ഒരു സ്വകാര്യ സ്വത്താക്കി മാറ്റിയിരിക്കുക. ഒരു കോക്കസ് ആണ് അവിടെ ഭരിക്കുന്നത്. എനിക്ക് ഡൽഹിയിലുള്ളപ്പോഴേ ഇതിനെക്കുറിച്ച് ഒരുപാട് അറിയാം. നേരത്തെ ഇത് ഭരിച്ചിരുന്ന മുഴുവൻ ഇവിടെയുള്ള ഉത്തരേന്ത്യൻ ലോബികളായിരുന്നു. ആ ലോബികളെ കയ്യിൽ ഇഷ്ടപ്പെട്ട ആളുകളെ മാത്രം അയക്കും. അതൊക്കെ തീരുമാനിക്കുന്ന മാനദണ്ഡം അവരുതാണ്. ചിത്രയാണെങ്കിൽ നമുക്കറിയാം, ഏഷ്യയിലെ സ്വർണ്ണ മെഡൽ നേടിയൊരു കുട്ടി, അവൾ കാലിനെ പരിക്കേറ്റിട്ട് ആ വേദനയോടെ ഓടി അവൾ ലോകത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ച് ഏഷ്യയുടെ ചാമ്പ്യനായി. ആ കുട്ടിയെ അയക്കാതിരിക്കാൻ അവർ സൂത്രപ്പണിയെടുത്തു. സൂത്രപ്പണിയുടെ കഥകളൊന്നും ഞാനിപ്പോ പറയുന്നില്ല. ഗുണ്ടൂറിൽ കൊണ്ടുപോയി വെറുതെ ഒരു പ്രവർത്തനം കാട്ടി ഗുണ്ടൂറിൽ വരാതെ ആളുകളെല്ലാം അയച്ചു, വന്നയാളെ അയച്ചില്ല. അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തമില്ലാത്ത കുട്ടിയെ കൊണ്ടുപോയി അവിടെ ചെയ്യിച്ചു. ഇതൊക്കെ മര്യാദകേടെന്ന് പറഞ്ഞ ഇതുപോലൊരു ഏർപ്പാട് എന്ന് പറഞ്ഞാൽ കായിക രംഗം എന്ന് പറയുന്നത് അവർക്ക് ഇന്ത്യ ജയിക്കണമെന്നോ ഇന്ത്യൻ കുട്ടികൾ ലോകത്തിന് മുമ്പിൽ വലിയ ജേതാക്കളാവണമെന്നോ അവർക്ക് ആഗ്രഹമില്ല. അവർക്ക് സ്വന്തം കാര്യം മാത്രം. ഇപ്പൊ പോകുന്ന ടീം നിങ്ങൾ നോക്കിക്കോ,
ടീമിലെ കളിക്കാർക്ക് അനുസരിച്ച് തന്നെ പോയിരിക്കുന്നു ഇപ്പം അവർക്ക് ആവശ്യമുള്ള ഉദ്യോഗസ്ഥന്മാർ. ഈ ആളുകൾ എന്തിനാ പോയത്? എന്താ കാര്യം? ഈ പോകുന്നതിന്റെ കാര്യം ചിലർക്ക് ഒരു കുട്ടിയെ കൊണ്ടുപോകുമ്പോൾ ഒരു കോച്ച് കൂടെ, എന്നാൽ പോകേണ്ട കുട്ടികൾ അതാണ് വളരെ നിർണായകമായ കാര്യമാണ് പന്ന്യൻ രവീന്ദ്രൻ പ്രതികരിക്കുന്നത്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ദയവായി പോകരുത്, ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം മന്ത്രി എ സി മൊയ്തീൻ കൂടിയുണ്ട്. ശ്രീ എ സി മൊയ്തീൻ, അതായത് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു, താങ്കളും അടക്കം പറഞ്ഞു, സംസ്ഥാന സർക്കാർ പൂർണ്ണ പിന്തുണയാണ് PU ചിത്രയുടെ ഈ വിഷയത്തിൽ. PU ചിത്രയ്ക്കൊപ്പമാണ്. ഹൈക്കോടതി വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന്. പക്ഷെ അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. എന്താണ് ഇതിന് കാരണം? പറഞ്ഞല്ലോ, ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്, ചിത്രയുടെ കാര്യത്തിൽ ബോധപൂർവമായ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരുന്നത്, അഖിലേന്ത്യാ അത്ലറ്റിക് ഫെഡറേഷൻ പറഞ്ഞിരുന്നത്, മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിത്രയ്ക്കും ഒഴിവാക്കപ്പെട്ടവർക്കും യോഗ്യതയില്ല എന്നാണ്. പക്ഷെ 24 പേരെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പലരെയും തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നിപ്പോൾ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോടതിയും ആ രേഖകൾ പരിശോധിച്ചത് ശരിയാണെന്ന് കണ്ടെത്തി കൂടുതൽ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട വസ്തുതയാണ്. അത്തരമൊരു സന്ദർഭത്തിൽ സമയം കഴിഞ്ഞുപോയി എന്നുള്ള പുതിയ വാദഗതിയാണ് ഇവർ ഉയർത്തുന്നത്. സമയം കഴിഞ്ഞു പോകാൻ ഇടയാക്കിയത് ഈ അത്ലറ്റിക് ഫെഡറേഷൻ തന്നെയാണ്. അവസാന നിമിഷം വരെ അവർ തയ്യാറാക്കിയ ലിസ്റ്റ് സൂക്ഷിച്ചു വെച്ച് അവസാന നിമിഷത്തിൽ മാത്രം പ്രസിദ്ധീകരിച്ച് അർഹതപ്പെട്ടവരെ തഴഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു പരാതി കൊടുക്കാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതിനെ തുടർന്നാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെയായത്. തീർച്ചയായും ഇപ്പോൾ കോടതി ശരിയായ ഒരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. പക്ഷെ കോടതി നിഗമനത്തിലെത്തുമ്പോഴും ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനാവശ്യമായി ഞങ്ങൾ ലിസ്റ്റ് സമർപ്പിച്ചാലും വേൾഡ് ഫെഡറേഷൻ ഇത് അംഗീകരിക്കില്ല എന്നുള്ള ന്യായമാണ് ഇവർ പറയുന്നത്. ഇത് ഇവർക്ക് നേരത്തെ അറിയുന്നതാണ്. അതിന്റെ കൂടി ഭാഗമായി അതാ ഞങ്ങൾ പറയുന്ന ബോധപൂർവമായ ആസൂത്രണം ഇതിന്റെ പുറകിലുണ്ട്. ഞാനിപ്പോ ചിത്രയുടെ വീട്ടിലേക്കുള്ള യാത്രാമധ്യയാണ്. ഞാൻ അരമണിക്കൂറിനുള്ളിൽ അവരുടെ വീട്ടിലെത്തും. ഞാനും സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും ഉൾപ്പെടെയുള്ളവരുണ്ട്. തീർച്ചയായും ചിത്രയ്ക്കൊപ്പമാണ് കേരളത്തിലെ ജനങ്ങൾ, കായിക പ്രേമികൾ, കേരളത്തിലെ മലയാളികൾ ഒട്ടാകെ. ചിത്രയ്ക്ക് ഒരു അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഞാൻ ആ കുട്ടിയോട് സംസാരിക്കായിരുന്നു. അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമല്ല. ഈ കായിക കേരളം ചിത്രയുടെ പ്രോത്സാഹനത്തിന് വേണ്ടി ഒപ്പമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനം. ഒരു കായിക താരത്തെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന് കേരളം വലിയ പരിശ്രമം നടത്തുമ്പോൾ ആ കുട്ടിയെ നിരാശപ്പെടുത്തുന്ന സമീപനമാണ്. അതിന് പ്രായോഗികമായ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരം നിഷേധിക്കുന്നതിലൂടെ ഫെഡറേഷൻ ചെയ്തത്. അത് ആ വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചിത്രയോട് മാത്രം ചെയ്ത പാതകമായി കാണുന്നില്ല. കായിക ലോകത്തിനോട് ചെയ്ത ഏറ്റവും കൊടും പാതകമായിട്ട് ചിത്രീകരിക്കപ്പെടും. തീർച്ചയായും അതിനെതിരായി ചിത്രയോടൊപ്പം കേരളത്തിലെ ജനങ്ങൾ ഒട്ടാകെ ഉണ്ടാകും. ശ്രീ എ സി മൊയ്തീൻ, അതായത് കേരളം ഒപ്പമുണ്ട്, പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ നടത്തുന്നു. നേരത്തെ ഞങ്ങൾ ചിത്രയെ ബന്ധപ്പെടുകയും ചെയ്തു. മുഖ്യമന്ത്രിയും സർക്കാരും ഒക്കെ, താങ്കളും അടക്കമുള്ള സംവിധാനങ്ങൾ PU ചിത്രയ്ക്ക് നൽകിയ പിന്തുണ ശ്ലാഘനീയവുമാണ്. ഒരു കാര്യം, അതായത് ഇവർ ഈ സാങ്കേതികത്വം നിരത്തിയാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ മറികടക്കുക. ഒന്നും ചെയ്യാനാകില്ലല്ലോ, പക്ഷേ അതിന് ചുട്ട മറുപടി കൊടുക്കേണ്ടതുണ്ട്. നിയമപരമായി ഈ കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ എന്തൊക്കെ നടപടികൾക്ക് ശുപാർശ ചെയ്യാനാകും കേരള സർക്കാരിന്? തീർച്ചയായും ഞാനിപ്പോൾ അത് നിയമവിദഗ്ധരുമായി ആലോചിക്കാൻ തീരുമാനിച്ചു. സ്പോർട്സ് കൗൺസിലും സർക്കാരും ആ കാര്യത്തിൽ അന്വേഷണം നടത്തുക. കോടതി വിധി, ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്നതിന് സാങ്കേതികയുടെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ നടന്ന ഗൂഢാലോചന ഉൾപ്പെടെ അന്വേഷിക്കേണ്ടി വരും. ആ രീതിയിലുള്ള നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നിയമ നടപടികളിലേക്ക് പോയി കേരളത്തിലെ കായിക ലോകം അങ്ങനെയാണ് ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരും സ്പോർട്സ് കൗൺസിലും ആ രീതിയിൽ നിയമപരമായ നടപടികൾ ഉൾപ്പെടെ ചിത്രയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടിയുള്ള, കായിക ലോകത്ത് ഇങ്ങനെ ഒരു നീതി നിഷേധം ഇനി വരാതിരിക്കാനുള്ള നടപടി എന്നുള്ള നിലയ്ക്ക് കൂടി ഞങ്ങൾ ആ നിലപാട് സ്വീകരിക്കും. വെരി ഗുഡ്, താങ്ക് യു. ഒപ്പം ഒരു കാര്യം കൂടി ശ്രീ എ സി മൊയ്തീൻ, അതായത് അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച് ഈ സാധ്യതകളെ അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന താങ്കൾ തന്നെ സൂചിപ്പിച്ചു. ഒപ്പം പീപ്പിൾ TV ഇന്ന് നടത്തിയ അന്വേഷണത്തിൽ ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണല്ലോ വിധി വന്നതിന് ശേഷം. അപ്പോൾ പോലും അവരുടെ ഓഫീസ്, അമിത് സുമരവിള അടക്കമുള്ളവർ ഓഫീസിലില്ല. ഓഫീസിൽ മീറ്റിംഗ് ആണെന്ന് പറഞ്ഞു. ഞങ്ങൾ ചെല്ലുമ്പോൾ അവരാരും അവിടെ ഇല്ല, ഒരു മീറ്റിംഗും ഇല്ല. അത്തരം ദൃശ്യങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൂടി സർക്കാരിന്റെ അന്വേഷണത്തിലേക്ക് നൽകാനും ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായും ഈ അന്വേഷണത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മാധ്യമ ലോകത്തിന്റെയും കൈരളിയുടെയും സഹായം ഉണ്ടാകണം. ബോധപൂർവമായ ഒരു ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ വാർത്തകളിൽ, മാധ്യമങ്ങളിൽ പങ്കെടുത്ത് വിശദീകരണം നൽകുന്നതിലൊക്കെ ജനങ്ങൾക്ക് വിശ്വസനീയമായ ഏതെങ്കിലും കാര്യം നിരത്താൻ അവർക്കായിട്ടില്ല. കോടതിയുടെ മുമ്പിൽ പോലും മാത്രമല്ല, ബാലിശമായ ന്യായവാദങ്ങൾ നിരത്തി അപഹാസ്യരാവുകയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഇന്ത്യയിൽ ചെയ്തത്. അതിന്റെ കൂടെ നിന്ന കേരളത്തിലെ ആളുകളും ചെയ്തതെന്ന് പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. തീർച്ചയായും അതിനെതിരായി കേരളത്തിൽ വലിയ പ്രതിഷേധമുണ്ടാവും. നിയമപരമായ നടപടികളും നേരിടേണ്ടി വരും. അതിനാവശ്യമായ തയ്യാറെടുപ്പുകളാണ് സർക്കാർ നടത്തുന്നത്.
താങ്ക് യു വെരി മച്ച് മിനിസ്റ്റർ. AC മൊയ്തീനാണ് പറഞ്ഞത്. ഗൂഢാലോചന, ഇതിന്റെ പിന്നിലെ ഗൂഢാലോചനകൾ പുറത്തെത്തിക്കുന്ന വിധത്തിൽ ഈ കായിക രംഗത്ത് ഇനി ഇത്തരത്തിലൊരു അനാരോഗ്യ പ്രവണത ഉണ്ടാകാത്ത വിധത്തിലുള്ള എന്ത് നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് നിയമവിദഗ്ധരുമായി ആലോചിച്ച് തീരുമാനിക്കും. ഇതിന്റെ ഗൂഢാലോചന അടക്കമുള്ളവ പുറത്തു കൊണ്ടുവരികയും അവർക്കൊക്കെ എതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതിന്റെ എല്ലാ സാധ്യതകളും സംസ്ഥാന സർക്കാർ സ്വീകരിക്കും എന്നുകൂടി പീപ്പിൾ ടിവിയിലൂടെ AC മൊയ്തീൻ പറഞ്ഞിരിക്കുന്നു. മന്ത്രി AC മൊയ്തീൻ പറഞ്ഞിരിക്കുന്നു. ശ്രീ പന്ന്യൻ രവീന്ദ്രനിലേക്ക്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, പീപ്പിൾ TV തുടങ്ങിയ ഈ #ക്യാമ്പയിൻ സർക്കാരിന്റെ തീർച്ചയായും കേന്ദ്ര കായിക മന്ത്രിക്കും കേന്ദ്ര കായിക മന്ത്രാലയത്തിനും അത്ലറ്റിക് ഫെഡറേഷനും VS അച്യുതാനന്ദൻ, ഭരണപരിഷ്കാര ചെയർമാൻ കൂടിയായ VS അച്യുതാനന്ദനും കത്തയച്ചിട്ടുണ്ട്. തീർച്ചയായും പന്ന്യൻ രവീന്ദ്രൻ ഉണ്ടെങ്കിൽ ശ്രീ പന്ന്യൻ, ഇങ്ങനെ കേരള സമൂഹം മുഴുവൻ ഒന്നിച്ചു നിൽക്കുകയാണ്. പീപ്പിൾ TV ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ നീക്കങ്ങൾ പുറത്തെത്തിച്ചതാണ്. ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ ഞങ്ങൾ കൃത്യമായി ഇതേ സംബന്ധിച്ച് പറയുകയും ചെയ്തു. അതായത് വിധി, ഹൈക്കോടതിയുടെ വിധി ഈ വിധത്തിലായിരിക്കും അട്ടിമറിക്കുകയെന്ന്. അതിനുള്ള സൂചനകളാണ് ഞങ്ങളുടെ വാർത്താ സംഘത്തിന് ലഭിച്ചത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെ എത്തുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും താങ്കളടക്കമുള്ള പൊതുപ്രവർത്തകരുടെയും താങ്കളുടേതടക്കമുള്ള പ്രസ്ഥാനത്തിൻ്റെയും ഒക്കെ പിന്തുണ, കേരളത്തിൻ്റെ മുഴുവനായ പിന്തുണ ഈ ഘട്ടത്തിൽ ആ പാവം പെൺകുട്ടിക്ക് വേണ്ടേ? തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടാവും. കായിക കേരളം മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ അറിയുന്ന ആളുകളെല്ലാം ഇതിന്റെ കൂടെ വരും. ഒരു കളിക്കാരി, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചുപോയൊരു കുട്ടി, അവൾക്ക് വേണ്ടത്ര പിൻബലമില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ എങ്ങനെ തോന്നുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ അവരതാണ്, അവരൊരു ലോബിയാണ്. ആ ലോബിയുടെ കള്ളക്കളി പൊളിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് ശക്തമായ നടപടി സ്വീകരിച്ചു. സ്പോർട്സ് കൗൺസിലും അത്ലറ്റിക് ഫെഡറേഷനും കേരളത്തിൽ അതുപോലെ പരിശ്രമിച്ചു. നമുക്കെല്ലാം കൂടി ഒരുമിച്ച് കേരളം ഇതിനൊരു തിരുത്തൽ നടത്തണം. ഇതിനു മുമ്പ് പല കുട്ടികളെയും കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് കണ്ണീര് കുടിപ്പിക്കാൻ ഇടയുണ്ടാവരുത്. അതിനെ തിരുത്തൽ ശക്തിയായി നമുക്ക് മുന്നോട്ട് പോകാം. പീപ്പിൾ ടിവിയുടെ ഈ പരിപാടിക്ക് പൂർണ്ണ പിന്തുണ എന്റെ ഭാഗത്തുനിന്നും എന്റെ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തുനിന്നും. തീർച്ചയായും പന്ന്യൻ രവീന്ദ്രൻ, താങ്കൾ സുഖമില്ലാതിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ പോലും താങ്കൾ പങ്കുവച്ച ഈ ആവേശം വളരെ ശ്ലാഘനീയമാണ്. തീർച്ചയായും താങ്കൾ ദയവായി തുടരാൻ പറ്റുമെങ്കിൽ തുടരൂ. ഇപ്പോൾ നമ്മോടൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ഒരുപക്ഷെ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞു, ഇന്നിപ്പോൾ ഇതാ കായിക മന്ത്രി AC മൊയ്തീൻ, സംസ്ഥാന കായിക മന്ത്രി കൂടി ഇതേ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. VS അച്യുതാനന്ദൻ കത്തയച്ചിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ? PU ചിത്രയെ ലണ്ടനിൽ നടക്കുന്ന ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കുവാൻ വേണ്ടി അടിയന്തര നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള VS അച്യുതാനന്ദൻ അദ്ദേഹം കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും അദ്ദേഹം കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയലിനും അതോടൊപ്പം തന്നെ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അതിൽ അദ്ദേഹത്തിനുമാണ് ഇമെയിലിലൂടെ ഇത്തരത്തിലൊരു സന്ദേശം അയച്ചിരിക്കുന്നത്. ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ എല്ലാ യോഗ്യതയും ഉണ്ടായിട്ടും തഴയപ്പെട്ട കേരളത്തിന്റെ അഭിമാന താരമാണ് PU ചിത്രയെന്ന് VS ഇതിൽ ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു അനുകൂല വിധി വന്നിട്ടും ഇതിൽ ഇനി കാലതാമസം പാടില്ല. ഇതിനെതിരെ അപ്പീൽ നൽകാനുള്ള അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ നീക്കം ഉപേക്ഷിക്കണമെന്നും VS ആവശ്യപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് സംസ്ഥാനം ഒന്നടക്കം ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ കായിക മന്ത്രിയും ഈ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു. നമുക്കറിയാം, ഇത്തരത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ശക്തമായ ഇടപെടൽ ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ PU ചിത്ര തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലൊരു വിധി വരുന്നത്. എന്നാൽ ഈ വിധിയെ പോലും സാങ്കേതികത്വം പറഞ്ഞ് ഇപ്പോൾ തടയാനുള്ള ഒരു നീക്കമാണ് കേന്ദ്രത്തിൽ നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് എല്ലാവരും സംസ്ഥാനത്ത് നിന്ന് ഒരു ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ VS അച്യുതാനന്ദനും കേന്ദ്രത്തിന് സന്ദേശം അയച്ചിരിക്കുന്നത്. വളരെ വ്യക്തം ഷീജ. പന്ന്യൻ രവീന്ദ്രനിലേക്ക് തന്നെ പോകുന്നു. ശ്രീ പന്ന്യൻ, അതായത് ദ്യുതിചന്ദ് എന്ന ഒരു കായിക താരത്തെ പ്ലേസ് ചെയ്യാൻ വേണ്ടി പ്രത്യേക ഇമെയിലുകൾ അയക്കുന്നു. ആ രംഗത്ത് ആ വിഭാഗത്തിൽ ആളില്ല എന്ന കാരണം പറഞ്ഞ് പ്രത്യേക ഇമെയിൽ അയക്കുന്നു. അർഹതപ്പെട്ട ഈ PU ചിത്രയ്ക്ക് വേണ്ടി ഒരു ശ്രമവും നടത്താതിരിക്കുകയും കോടതി വിധി പോലും അട്ടിമറിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ദ്യുതിചന്ദിന് വേണ്ടി ഇങ്ങനെ ഇടപെടുന്നത്. നോക്കൂ, ഹൈക്കോടതി തന്നെ, നമ്മുടെ ഹൈക്കോടതി തന്നെ ഈ വിഷയത്തിൽ അനാരോഗ്യ പ്രവണതകളുണ്ട്. തീർച്ചയായും പല വിധത്തിൽ അനർഹരെയും കുത്തിക്കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട്.
PU ചിത്രയെ ഉൾപ്പെടുത്തണം ഈ ലണ്ടനിൽ പോകുന്ന ദേശീയ ഇത്തരത്തിലുള്ള വലിയ ചാമ്പ്യൻഷിപ്പിൽ എന്ന കാര്യം കോടതി എടുത്തു പറഞ്ഞത് ഈ ദ്യുതിത് ചന്ദിന്റെ കൂടി പശ്ചാത്തലത്തിൽ നാം പരിശോധിക്കണ്ടേ പന്ന്യൻ രവീന്ദ്രൻ? ഹൈക്കോടതി വിധി ഇതെല്ലാം പരിശോധിച്ചുകൊണ്ടാണ്. എല്ലാവർക്കും കാണുന്ന ഒരു പച്ചയായ സത്യമുണ്ട്. എന്തിനു വേണ്ടി ഒഴിവാക്കി, എന്താ ന്യായം? നമ്മളെല്ലാം വിസലിൽ കാണുന്നതാണല്ലോ. ലോകത്തിന്റെ മുമ്പിൽ കാണുന്ന കാഴ്ചയാണ് അന്നത്തെ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്. ആ ചാമ്പ്യൻഷിപ്പിൽ ഈ കുട്ടി ഓടുന്നതും കുട്ടി വിജയിക്കുന്നതും നമ്മൾ കണ്ടതാ. എന്തിന്റെ കാരണവശാലാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്? എന്താ മാനദണ്ഡം? മാനദണ്ഡം താങ്കൾക്കറിയാമെന്ന് എനിക്കറിയില്ല. ഓരോ തവണയും അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന മാനദണ്ഡമായത്. ഈ മാനദണ്ഡത്തിന് അതേ ന്യായമുള്ളൂ എന്ന് പറഞ്ഞ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഗുണ്ടൂരിൽ എന്തിനാ ഒരു കളി? ഇത് അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ന്യായങ്ങളാണ്. ഗുണ്ടൂരിൽ വെക്കുന്നതിനാ ഒരു പ്രാക്ടീസിന് വേണ്ടിയാണ്. പകരം അവിടുന്ന് മറ്റേ തെരഞ്ഞെടുപ്പ് റദ്ദാക്കാൻ വേണ്ടി ഗുണ്ടൂരിൽ കഴിയുമോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന്? കുട്ടികളെ പീഡിപ്പിച്ചു അത്ര തന്നെ. അതോ എന്നിട്ട് അവിടെ വരാത്ത കുട്ടികളെ സെലക്ട് ചെയ്തു. താങ്കൾ നോക്കേണ്ട കാര്യം ഇതിന്റെ മുന്നിൽ നടന്ന ഒരു വലിയ കള്ളക്കളിയാ. സെലക്ട് ചെയ്യുന്നത് മാത്രല്ല, ഒരാൾക്ക് ഒരു കോച്ച്. എന്ത് ന്യായത്? എന്നാൽ കോച്ചിനെ അയക്കേണ്ട ആൾക്ക് കോച്ചും ഇല്ല, കളിക്കാരും ഇല്ല. എന്തൊരു മര്യാദകേട്. അപ്പം ഇത് നമ്മുടെ നാടിന്റെ പണമാണേ. ഇവരുടെ ആരുടെയും കേസിൽ നിർത്തുകൊണ്ടിരുന്ന പണമല്ല, കുടുംബ സ്വത്തല്ല, ഇന്ത്യയുടെ സമ്പത്താ. ആ സമ്പത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നതാ. നമ്മുടെ കളിക്കാർക്ക് അതിന്റെ ഗുണം ലഭിക്കണ്ടേ? രാജ്യത്തിന് ലഭിക്കണ്ടേ? അത് ലഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണ്ടേ? അതിന് പകരം ചില ആളുകൾക്ക് എന്തും ആവാം എന്ന രീതിയിൽ എല്ലാ രംഗത്തും ഉണ്ട്. സ്പോർട്സിൽ എല്ലാ രംഗത്തും ഈ കളിയുണ്ട്. ആ കളിയിൽ ഏറ്റവും കൂടുതൽ മോശം ഇവിടെയാ. ഇതിന് പിന്നാമ്പുറത്തൊക്കെ ഒരുപാട് നാറുന്ന കഥകളുണ്ട് കേട്ടോ. ആ കഥകളൊന്നും നമുക്ക് ഇപ്പൊ സംസാരിക്കേണ്ട, മറ്റൊരു സമയം ആവട്ടെ. തീർച്ചയായും ഇതൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന അന്വേഷണം നടത്തുന്നുവെന്ന് മന്ത്രി തന്നെ, താങ്കൾ അടക്കമുള്ളവർ ഉൾപ്പെടുന്ന ഈ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ്മ തന്നെ, അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇതൊക്കെ പറയുകയാണ്. തീർച്ചയായും അതിലേക്ക് തന്നെ പോകട്ടെ. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ഒരു പക്ഷേ ഈ ആഘാതം വളരെ വലിയ വേദനയോടുകൂടി കേരള സമൂഹം മുഴുവൻ ഏറ്റെടുക്കുന്നു. 10 ലക്ഷം നിവേദനങ്ങൾ അയക്കാനായി ഞങ്ങളിതാ പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. ഒരു കാര്യം പ്രധാനപ്പെട്ട രീതിയിൽ മനസ്സിലാക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ കുടുംബ പശ്ചാത്തലമാണ്. ദരിദ്രമായ കുടുംബമാണ്, തൊഴിലാളി കുടുംബമാണ്, വളരെ അധ്വാനത്തോടെ. ഒരുപക്ഷെ അവർ ഇന്നലെ പീപ്പിൾ TV ക്യാമറയ്ക്ക് മുന്നിൽ കോടതി വിധി വന്നപ്പോൾ വിറയാർന്ന കൈകൾ കൊണ്ട് വിറച്ചുകൊണ്ട് ആ മാതാപിതാക്കൾ പങ്കുവച്ചത്, ചിത്രയുടെ അമ്മമ്മ പങ്കുവച്ചത് ഒരിക്കലും മലയാളികൾ മറക്കില്ല. അത്തരം വൈകാരികമായ നിമിഷങ്ങൾ കൂടിയുണ്ട് അവിടെ. ആ വൈകാരികതയുടെ മുഴുവൻ ആഴങ്ങളും നാം ഒപ്പിയെടുക്കേണ്ടതുണ്ട്. അതിന്റെ ബാധ്യത നമുക്കുണ്ട്. ശ്രീ പന്ന്യൻ. തീർച്ചയായിട്ടും ഞാൻ ഇന്നലെ ആ വിസലൊക്കെ കണ്ടതാ കേട്ടോ. എന്റെ മനസ്സിൽ അത് ഇപ്പോഴും നിറഞ്ഞു നിൽക്കുക. കാരണം ഒരു കുട്ടി അവരുടെ ഭാവി ഒന്നും ആലോചിക്കണ്ടേ? അത് ആലോചിക്കാൻ വേണ്ടിയുള്ളൊരു മാനസികാവസ്ഥ ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെന്ത് സ്പോർട്സ് താരങ്ങളാണ്. എല്ലാം സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂടെ ചേർത്ത് പറയാം, നേരത്തെ നമ്മളെല്ലാം പറയൽ ഉത്തരേന്ത്യൻ ലോബി എന്നാ. എന്ത് ആ ലോബിയുടെ പിച്ചക്കാശ് പറ്റാൻ നമ്മുടെ നാട്ടുകാരും കൂടെ നിന്നു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ്. നമ്മുടെ ആളുകൾ അതിന്റെ കൂടെ പിന്നോട്ട് നിന്നല്ലോ. എന്തിനാ? അവരുടെ താല്പര്യമാ. അവരുടെ താല്പര്യമല്ലേ രാജ്യത്തിന് താല്പര്യമാവേണ്ടത്. നമ്മുടെ നാടിന്റെ ഒരു പൊന്നോമന മോള്, ചിത്രമോള്, ആ മോൾ എല്ലാവരുടെയും മോളല്ലേ. ആ മോള് അന്ന് ആ കുട്ടി ജയിച്ച് ആ വിസൽ കണ്ടാൽ നമ്മുടെ മനസ്സ് ഒരു കുളിർമയായിരുന്നില്ലത്. ആ കുട്ടി ജയിച്ചപ്പോ ഏത് ചൈനയിൽ നിന്ന് വന്നവരോട് പോലും, ലോകത്തിലെ ഏറ്റവും വലിയ ചാമ്പ്യന്മാരോട് പോലും മത്സരിച്ച് കയറാൻ പറ്റിയൊരു കുട്ടി, ആ കുട്ടിയെ ഇതുപോലെ കൊണ്ടുപോയി ഒരു എന്താ പറയേണ്ടതിന്, അതിന് വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചേരാം, ഒരുമിച്ച് ഇതിനെതിരായി പോരാടാം. ആ പോരാട്ടത്തിൽ പൂർണ്ണമായും നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. അതായത് ഈ ആദ്യഘട്ടങ്ങളിൽ തന്നെ കേരള അത്ലറ്റിക് ഫെഡറേഷന്റെ പല ഉത്തരവാദിത്തപ്പെട്ടവരും ആദ്യഘട്ടത്തിൽ തന്നെ ഈ കാണിച്ചിട്ടുള്ള അനാസ്ഥ, സെലക്ഷൻ കമ്മിറ്റിയിൽ കാണിച്ചിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടപ്പെട്ടിട്ടുണ്ട്. അതായത് PT ഉഷയ്ക്കെതിരായി അത്തരത്തിലുള്ള പരാമർശങ്ങൾ നമ്മുടെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ
PT ഉഷ എടുത്ത നിലപാട് മാധ്യമങ്ങളെ കാണുന്നില്ല, ഞാൻ മാധ്യമങ്ങളെ തിരസ്കരിക്കുകയാണ്. ഒരു കാലത്ത് മാധ്യമങ്ങളടക്കം കേരള ജനത ഇതുപോലെ നെഞ്ചിലേറ്റിയാണ് PT ഉഷയെയും വളർത്തിയെടുത്തത്. ആ PT ഉഷ ചരിത്രത്തെ മറക്കുന്നു, ഓർമ്മശക്തിയെ പരിഹസിക്കുന്നു. പന്ന്യൻ, തീർച്ചയായിട്ടും ഇത് കടന്നു വന്ന വഴികളെ കുറിച്ച് ചിന്തിക്കണം. അതാ ചിന്തിക്കാത്തൊരു കാര്യം. ഈ കുട്ടി പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ച് അവളിങ്ങനെ പോരാടി സ്വന്തം മനസ്സിന്റെ ശക്തി കൊണ്ട്, ആ ശക്തി കൊണ്ട് അവൾ ഓടിയത്. അവളെ കാലുകൾ ഇങ്ങനെ പറന്നു പോകുന്ന കാലുകൾ കാണുമ്പോൾ നമ്മൾ അറിയാതെ കൈയടിക്കുന്നില്ല ഇത്ര ദൂരത്തുനിന്ന്. അങ്ങനെയുള്ളൊരു കുട്ടിയെ ഇതുപോലെ ചെയ്യാൻ പറ്റുമോ? ആ ചെയ്യുന്നതിന് കൂട്ടുന്ന ആരായാലും അവർക്ക് മാപ്പില്ല, ചരിത്രത്തിൽ മാപ്പില്ല. TV-ന് മുമ്പിൽ വരുവോ വരൂല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ നമ്മളെ നാടിനോട് ചെയ്ത അനീതി, ഇത് കേരളത്തോട് ആകെ ചെയ്ത അനീതിയാണ്. അതുകൊണ്ട് കേരളത്തിൽ നമുക്ക് ഒരുമിച്ച് ചിത്ര നമ്മുടെ കുട്ടിയാ. കേരള സർക്കാർ എടുത്ത തീരുമാനം ഏറ്റവും ധീരമായ തീരുമാനമാണ്. അതുപോലൊരു തീരുമാനം ഇതുവരെ ആരും കൈക്കൊണ്ടിട്ടില്ല. മുഖ്യമന്ത്രിയും സ്പോർട്സ് മന്ത്രിയും കേരള സ്പോർട്സ് കൗൺസിലുമെല്ലാം ആ തീരുമാനം വളരെ ശ്ലാഘനീയമാണ്. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ചിത്രയുടെ പിന്നിൽ ചിത്രക്ക് വേണ്ടി നമുക്ക് പോരാടാം. ആ പോരാട്ടത്തിൽ നമുക്കെല്ലാം കൈകോർക്കാം. തീർച്ചയായും പട്ടിണിയോട് പടവെട്ടിയ അവൾ ഒറ്റയ്ക്കല്ല എന്ന സന്ദേശമാണ് നമ്മൾ നൽകുന്നത്, അല്ലേ പന്ന്യൻ? ശ്രീ പന്ന്യൻ, കുട്ടികളാ നാളെ വളർന്നു വരേണ്ടത്, അവരാ നമ്മുടെ നാട്ടിൽ വേണ്ടത്. അവൾക്ക് പിന്നിൽ നിൽക്കാൻ വലിയ പണക്കാരില്ല, അവർക്ക് വലിയ വലിയ സമ്പത്തില്ല, പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച കുട്ടികൾ. അതുകൊണ്ട് തന്നെയാ കുട്ടി പുറന്തള്ളപ്പെട്ടത്. ഇനി അങ്ങനെ ഒരു കുട്ടിക്ക് ഉണ്ടാവരുത്. അതിന് നമുക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാം ചിത്രയോടൊപ്പം. തീർച്ചയായും പട്ടിണിയോട് പടവെട്ടി, സാഹചര്യങ്ങളോടും പ്രതികൂല സാഹചര്യങ്ങളോടും പടവെട്ടി ഇന്ത്യക്ക് വേണ്ടി ഓടിയ ആ പെൺകുട്ടി PU ചിത്ര എന്ന ആ പാവം പെൺകുട്ടിയെ തിരസ്കരിക്കാൻ ശ്രമിച്ച കൈകൾക്കെതിരെ ശക്തമായി രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക കേരളം ഉണരുന്നു എന്നത് കൂടിയാണ് പന്ന്യൻ രവീന്ദ്രന്റെ വാക്കുകളിൽ നിന്നും നാം വായിച്ചെടുക്കേണ്ടത്. സർക്കാരും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് അടക്കം സ്വീകരിക്കുന്നതിന്റെ കൂടിയാലോചനകളിലേക്കാണ്. മന്ത്രി AC മൊയ്തീൻ ഇത് അല്പസമയത്തിനകം PU ചിത്രയെ നേരിട്ട് കാണുമെന്ന് പീപ്പിൾ TV-യിലൂടെ പറയുകയും ചെയ്തു. ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. തീർച്ചയായും പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുകയാണ് PU ചിത്രയ്ക്ക് വേണ്ടി. നീതി നിഷേധം അനുവദിക്കാനാകില്ല PU ചിത്രയുടെ വിഷയത്തിൽ. ആ പാവം പെൺകുട്ടിക്ക് പിന്തുണ നൽകണം, ആ പാവം പെൺകുട്ടിക്ക് ലണ്ടനിൽ പോകാനാകണം എന്ന വലിയ സന്ദേശം ഉയർത്തി തന്നെയാണ് പീപ്പിൾ TV മുമ്പോട്ട് പോകുന്നത്. PU ചിത്രയെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടുത്താനാകില്ല എന്ന അത്ലറ്റിക് ഫെഡറേഷൻ, ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ നിലപാടെടുത്തിരിക്കുന്നു. ചിത്രയെ ഉൾപ്പെടുത്താനുള്ള സമയപരിധി അവസാനിച്ചു എന്ന സാങ്കേതികതയാണ് ഹൈക്കോടതിയുടെ വിധിയെ അട്ടിമറിക്കാൻ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ പ്രതിഷേധമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത്. ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഇതേ സംബന്ധിച്ച് ശക്തമായ താക്കീതാണ് ഇത്തരം വൃന്ദങ്ങൾക്ക് നൽകിയത്. ഒപ്പം ഇന്നിപ്പം ഇതാ കായിക മന്ത്രി AC മൊയ്തീനും PU ചിത്രയെ നേരിട്ട് കാണാനായി പോയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ PU ചിത്രയെ നേരിട്ട് കാണും. അവരുടെ വീട്ടിൽ പോയി പീപ്പിൾ TV-യിലൂടെ അല്പം മുമ്പ് AC മൊയ്തീൻ പറഞ്ഞത് ഇതിനെതിരായി നിയമ നടപടി സ്വീകരിക്കാൻ, ഇത്തരം ഗൂഢാലോചനയിൽ പങ്കാളികളായവരെ ഒക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാനുള്ള നടപടി കേരള സർക്കാർ ചെയ്യും. അതിനുള്ള നിയമപരമായ കൂടിയാലോചനയിലാണ് ഇപ്പോൾ സർക്കാർ എന്നും ശക്തമായ വിവരമാണ് AC മൊയ്തീനും നൽകിയിരിക്കുന്നത്. പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ളവർ കേരളം മുഴുവൻ PU ചിത്രയ്ക്കൊപ്പം നിൽക്കുമ്പോൾ പീപ്പിൾ TV-യും ഹാഷ്ടാഗ് ക്യാമ്പയിൻ PU ചിത്രയ്ക്ക് നീതി വേണം, PU ചിത്രയ്ക്ക് ലണ്ടനിൽ പോകാനാകണം, മത്സരിക്കാനാകണം എന്ന ആവശ്യവുമായി 10 ലക്ഷം നിവേദനമാണ് ദേശീയ ഫെഡറേഷന് നൽകാൻ പോകുന്നത്, അത്ലറ്റിക് ഫെഡറേഷൻ നൽകാൻ പോകുന്നത്. അതിനായി പീപ്പിൾ TV ഹാഷ്ടാഗ് ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും പുതിയ വാർത്തകൾ അറിയാം. മനു ശങ്കറിലേക്ക് ചേരുന്നു. മനു, ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകാറായോ? അതായത് ഹൈക്കോടതിയുടെ വിധി നിർണായകമായ നിമിഷത്തിൽ ആ നിമിഷത്തെ പാഴാക്കി ആ സാങ്കേതികത്വം പറഞ്ഞ് അതിജീവിക്കാൻ, കോടതി വിധിയെ അട്ടിമറിക്കാൻ ഇവർ നടത്തിയ ശ്രമങ്ങൾക്കുള്ള എന്തൊക്കെ തെളിവുകളാണ് നമ്മുടെ വാർത്താ സംഘത്തിന് ഇപ്പോൾ നൽകാനാകുക? മനു ശങ്കരൻ, ഇപ്പോൾ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അധ്യക്ഷനും അതോടൊപ്പം ഈ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനിൽ അംഗം കൂടിയായ അതിൽ സുബ്രഹ്മണ്യക്ക് നിലവിൽ സാഹചര്യത്തിൽ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനോട് നിർദ്ദേശിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം
പരിഗണിക്കാതെയാണ് ഇത്തരം ഒരു തീരുമാനത്തിലേക്ക് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ കടക്കുന്നത്. 1500 മീറ്ററിൽ മത്സരിക്കാൻ PU ചിത്രയെ വീണ്ടും നിർദ്ദേശിച്ചാൽ അത് സ്വാഭാവികമായും നിഷേധിക്കാനുള്ള സാധ്യതയാണ് ലോക അത്ലറ്റിക്സ് ഫെഡറേഷന് മുമ്പിൽ ഉള്ളത് എന്നാണ് ഇതിന് ന്യായമായി ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ ദ്യുതി ചന്ദിനെ 100 മീറ്ററിൽ മറ്റും ഉൾപ്പെടുത്താൻ ഈ കാലപരിധി സമയം അവസാനിച്ചിട്ട് വീണ്ടും ഉൾപ്പെടുത്തിയിരുന്നു. ഇതിന് പക്ഷേ ഫെഡറേഷൻ ന്യായമായി പറയുന്നത് 100 മീറ്റർ ഇനത്തിൽ മറ്റും മത്സരാർത്ഥികൾ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ തന്നെ ഇത് ഇമെയിൽ മുഖാന്തരം അറിയിച്ചതിനെ തുടർന്നാണ് ദ്യുതി ചന്ദിനെ വീണ്ടും ഉൾപ്പെടുത്തിയത് എന്നാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ന്യായീകരിക്കുന്നത്. പക്ഷേ PU ചിത്രയുടെ കാര്യത്തിൽ 1500 മീറ്ററിൽ ഇപ്പോൾ തന്നെ മത്സരാർത്ഥികൾ അധികമായി ഉണ്ട്. ഈ സാഹചര്യത്തിൽ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഇക്കാര്യത്തിലുള്ള ന്യായം. ഇതോടൊപ്പം PK വത്സൻ ഇതിലെ മലയാളി അംഗം കൂടിയാണ്. ഇദ്ദേഹവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഇദ്ദേഹം 2 ദിവസം മുമ്പേ ചെന്നൈയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പറഞ്ഞിരുന്നത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം ഉടൻ തന്നെ ഈ അധികൃതർക്ക് നൽകുമെന്നാണ്. പക്ഷേ ഈ പ്രസിഡന്റും അതോടൊപ്പം സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ 3 ദിവസം മുമ്പേ തന്നെ ദില്ലിയിൽ നിന്ന് പോയിരുന്നു എന്നാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. ഒരാൾ മുംബൈയിലും ഒരാൾ ചെന്നൈയിലുമാണ്. കൃത്യമായ ഹൈക്കോടതിയുടെ വിധിയെ അട്ടിമറിക്കാൻ ഇവർ നടത്തിയ കൃത്യമായ നീക്കങ്ങൾ, സാങ്കേതികത്വം പറഞ്ഞ് ഹൈക്കോടതിയുടെ വിധിയെ മറികടക്കാൻ ഇവർ ഉപയോഗിച്ച രീതികൾ പീപ്പിൾ ടിവിക്ക് ബോധ്യമായിരിക്കുന്നു. അതിന്റെ തെളിവുകൾ കൂടിയാണ്, ദൃശ്യങ്ങൾ സഹിതമുള്ള വിവരങ്ങളാണ് മനു ശങ്കരനും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ദേവദാസ്, കായിക വിദഗ്ധൻ കൂടിയായ ദേവദാസ് ചേരുകയാണ്. ദേവദാസ്, ദ്യുതി ചന്ദിന് പ്രത്യേക ഇമെയിലോടുകൂടി പ്ലേസ്മെന്റ് കിട്ടുന്നു. പക്ഷേ അർഹയായ ഈ പെൺകുട്ടി PU ചിത്ര തഴയുന്നു. അവസാന നിമിഷം ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നു. ഇങ്ങനെ അടിമുടി ഇത്തരത്തിലുള്ള അഴിമതിയുടെ പ്രവർത്തനങ്ങളും ഗൂഢാലോചനകളുമാണ് നടന്നത്. അതിലൂടെ നീതി നിഷേധിക്കപ്പെട്ടത് ഈ പാവം പെൺകുട്ടിക്കും. എന്തുകൊണ്ട് അവിടെ കയറി? എന്തുകൊണ്ട് ആ മാർഗം ഈ PU ചിത്രയ്ക്ക് അന്യമായി? അതെ അജിംഷാദ്, അത് ഒന്നും നോക്കണ്ട. ഈ വീരപ്പന്മാര് ദ്യുതി ചന്ദിനെ വൈൽഡ് കാർഡ് എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് വേണ്ട ആൾക്കാർ അവർ കൊണ്ടുപോകും. അതാണ് 14 ഒഫീഷ്യൽസിനെ കൊണ്ടുപോയത്. 24 അംഗ ടീമിനെ 14 ഒഫീഷ്യൽസിനെ കൊണ്ടുപോയ അവരാണിത്. ദ്യുതി ചന്ദിന്റെ കാര്യം പറഞ്ഞാൽ ദ്യുതി ചന്ദ് വെങ്കല മെഡൽ മാത്രമാണ് ഏഷ്യൻ മീറ്റിൽ നേടിയത്. അത് പ്രത്യേകം നിങ്ങൾ ഹെഡ്ലൈനിൽ ചെയ്യണം. വെങ്കല മെഡൽ മാത്രം നേടിയ ദ്യുതി ചന്ദിന് വൈൽഡ് കാർഡ് എൻട്രി നൽകാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന ഈ കള്ളക്കാട്ട് വീരപ്പന്മാർ FI അതിൽ സുമരിപാളിയൻ ടീമും അതിന് കഞ്ഞി വെച്ചുകൊടുത്തവർ PT ഉഷയും അഞ്ജു ബോബി ജോർജും ഷൈനി വിൽസനും ഈ പാവം കൂലിവേലക്കാരെ മാതാപിതാക്കളുടെ മകൾ ഇങ്ങനെ ഗോൾഡ് നേടി. അതാണ് ഫെഡറേഷൻ കപ്പിൽ ചാമ്പ്യനായി ഏഷ്യൻ മീറ്റിൽ ഗോൾഡ് നേടിയ താരത്തെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ കാരണമാണ് ഇത്. അത് ഈ ഹാഷ്ടാഗിൽ നിങ്ങൾ പീപ്പിൾ TV നടത്തുന്ന ഏറ്റവും നല്ല കാര്യം. ഇത് അറിയണം, ലോകം അറിയണം. ഇവിടെ നടക്കുന്ന കള്ളത്രവും കൊള്ളക്കാരുടെ സംഘമാണ് ഇത്. അവരുടെ വീരപ്പന്മാർ കൽമാടിന്റെ പ്രേതങ്ങൾക്ക് വേണ്ടിയിട്ട് വല്ല എല്ലും കഷ്ണം കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നതാണ് PT ഉഷ ടീം. അതേപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയത്തെയും നിങ്ങൾ ദേവദാസ്, ഈ ഗൂഢാലോചനയുടെ ആഴം ബോധ്യമാക്കുന്ന നിർണായകമായ ദൃശ്യങ്ങളാണ് ഇതാ പീപ്പിൾ TV പുറത്തുവിടാൻ പോകുന്നത്. ഹൈക്കോടതിയുടെ വിധിയെത്തി, സുപ്രധാനമാണ് ഓരോ നിമിഷം എന്നറിഞ്ഞിട്ടും ദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ ഓഫീസ് ഇതാ ഒഴിഞ്ഞു കിടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ഞങ്ങളുടെ വാർത്താ സംഘത്തിന് ബോധ്യമായത് ഇതാ കാണിക്കുന്നു. ആ ദൃശ്യങ്ങളാണ് ദേവദാസ് നമ്മുടെ TV-യിൽ ഇപ്പോൾ കാണുന്നത്. അതായത് അനുനിമിഷം, ഓരോ നിമിഷവും വളരെ ഊർജവത്തായി പെരുമാറണം. ഇതുപോലെ ഈ ദ്യുതി ചന്ദിന് വേണ്ടി പ്രത്യേക ഇമെയിൽ അയച്ച ഉത്സുകതയോടുകൂടി തന്നെ ഈ പാവം പെൺകുട്ടിക്ക് PU ചിത്രയ്ക്ക് വേണ്ടി പെരുമാറണം. ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണ്. ഹൈക്കോടതി വിധി യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി നടപ്പാക്കാനാണ് ഇവരുടെ താല്പര്യമെങ്കിൽ അതിനുള്ള ശ്രമം എവിടെ നടന്നു? ദേശീയ അത്ലറ്റിക് ഫെഡറേഷനിൽ വാർത്ത ശേഖരിക്കാനായി ഇന്ന് ഞങ്ങളുടെ വാർത്താ സംഘം ചെന്നപ്പോൾ കണ്ടത് ഒഴിഞ്ഞു കിടക്കുന്ന കസേരകൾ, ഒഴിഞ്ഞു കിടക്കുന്ന ഓഫീസുകൾ. ആരുമില്ല PU ചിത്രയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയുടെ വിധി നടപ്പാക്കാനോ ഒരു ചെറിയ ശ്രമം പോലും അവിടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നതിന്റെ കൃത്യമായ തെളിവാണ് ആ ഓഫീസിൽ ഇന്ന് കണ്ടത്. ആ ഓഫീസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുതരമായ അനാസ്ഥ. ഒരുപക്ഷെ ദേവദാസ്, ഇതൊക്കെ സാങ്കേതികതയുടെ പേരിൽ ഇതിനെയൊക്കെ അതിജീവിക്കാം, സാങ്കേതികത പറഞ്ഞ് ഇതിനെയൊക്കെ അതിജീവിക്കാം. മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. മനു, ഇന്ന് നമ്മൾ കണ്ടതിന്റെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കേരള സമൂഹം മുഴുവൻ PU ചിത്രയ്ക്ക് വേണ്ടി
ആഴത്തിൽ ഇടപെടുന്ന ഈ ഘട്ടത്തിലാണ് ഈ അധികൃതരുടെ അനാസ്ഥയെ സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ നമ്മൾ ഇതാ നൽകുന്നത്. മനു, എന്തൊക്കെയാണ് അവിടെ കണ്ടത്? അജിംഷാദ്, ദേശീയ അത്ലറ്റിക് ഫെഡറേഷൻ PU ചിത്രയുടെ വിഷയത്തിൽ വേണ്ടത്ര രീതിയിൽ ഒരു നടപടിയോ ചർച്ചകളോ നടത്തിയിരുന്നില്ല എന്നത് ബോധ്യപ്പെടുത്തുന്ന രംഗങ്ങളായിരുന്നു ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ ഓഫീസിൽ എത്തുകയും ഇവിടുത്തെ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ എത്തിയ മുഖാന്തരം ഇവിടെ ഒരു സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു മീഡിയ അഡ്വൈസർ എന്ന രീതിയിൽ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തി. ഇതിനുശേഷം ഇദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും 3 ദിവസം മുമ്പേ ഈ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അധ്യക്ഷനായിരുന്ന അതിൽ സുമരവിള 3 ദിവസം മുമ്പേ മുംബൈയിലേക്ക് തിരിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ചില സ്വകാര്യ ചടങ്ങുകൾക്കായി മുംബൈയിൽ എത്തിയിരുന്നു ഈ അതിൽ സുമരവിള എന്നാണ് ഈ മീഡിയ അഡ്വൈസർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതോടൊപ്പം സെക്രട്ടറി CK വത്സൻ, ഇദ്ദേഹം മലയാളി കൂടിയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം ചെന്നൈയിലേക്ക് 4 ദിവസം മുമ്പേ പോയിരുന്നു എന്നും മനസ്സിലാക്കുന്നു. പക്ഷേ 2 ദിവസം മുമ്പ്, കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ കേന്ദ്ര കായിക മന്ത്രി വിജയ് ഗോയൽ പറഞ്ഞത് PU ചിത്രയെ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ ഉടനടി നൽകുമെന്നതാണ്. ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് തങ്ങളെന്നും കേന്ദ്ര കായിക മന്ത്രി പറഞ്ഞിരുന്നു. പക്ഷേ ഈ നിർദ്ദേശത്തിനനുസരിച്ച് വേണ്ട രീതിയിൽ ഒരു യോഗവും ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ചേർന്നിരുന്നില്ല എന്ന് ബോധ്യമാവുകയാണ്. ഇത് സംബന്ധിച്ച് വേണ്ടത്ര ചർച്ചകളോ മറ്റു നടപടികളോ ഈ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചിരുന്നില്ല. മുൻപേ നിശ്ചയിച്ചിരുന്ന ആ തീരുമാനം വീണ്ടും നടപ്പാക്കുക എന്ന രീതി മാത്രമാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ നടപ്പാക്കിയത്. വേണ്ടത്ര രീതിയിൽ ഒരു കൂടിയാലോചനകളോ ചർച്ചകളോ ഒരു അടിയന്തര യോഗമോ മറ്റു ഉദ്യോഗസ്ഥരുടെ ഓഫീസിലെത്തിയുള്ള ഒരു പെരുമാറ്റങ്ങളോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും മുൻകൂട്ടി നിശ്ചയിച്ച ഒരു തീരുമാനം അത് നടപ്പാക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പറയുന്ന ന്യായം ഈ PU ചിത്രയെ ഉൾപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരുന്നു, അതിനാൽ ഉൾപ്പെടുത്താനാകില്ലെന്നാണ്. പക്ഷേ ദ്യുതി ചന്ദ് 100 മീറ്ററിൽ ഉൾപ്പെടേണ്ട ഒഡീഷ താരത്തിനെ ഇതുപോലെ തന്നെ സമയക്രമം തീർന്ന മുറയ്ക്കാണ് പിന്നീട് ഉൾപ്പെടുത്തിയിരുന്നത്. അതേ നീതി പക്ഷേ ചിത്രയ്ക്ക് ലഭ്യമാക്കാൻ ഇവർ ഒരുങ്ങുന്നില്ല. ഈ ഓഫീസിൽ ഈ ഉദ്യോഗസ്ഥർ ഒരാഴ്ച മുമ്പേ തന്നെ ഓഫീസിൽ നിന്ന് പുറപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അധ്യക്ഷനും ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ അംഗം കൂടിയായ ഇപ്പോഴത്തെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ ഈ അതിൽ സുമരവിള നേരത്തെ തന്നെ മുംബൈയിലേക്ക് തിരിച്ചിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരു കൂടിക്കാഴ്ചയും ഈ ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നില്ല. കേന്ദ്ര കായിക മന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള ചർച്ചകൾ പിന്നീട് നടത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തിങ്കളാഴ്ച ഹൈക്കോടതിയെ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ മറുപടി നൽകും. ഇതിൽ ചൂണ്ടിക്കാട്ടുക സമയം അതിക്രമിച്ചു, ഈ ഒരു സാഹചര്യത്തിൽ ചിത്രയെ ഉൾപ്പെടുത്താനാകില്ല എന്നാണ് അറിയിക്കുക. നേരത്തെ ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയത് എന്ത് യോഗ്യതയില്ലെന്ന് എന്ത് അടിസ്ഥാനത്തിലാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ പറയുന്നതെന്ന് ചോദിച്ചിരുന്നു. ഇതിന് മറുപടിയായി നൽകുക ഈ യോഗ്യത ഉണ്ടായിരുന്നു, പക്ഷേ സാങ്കേതികമായി ഉൾപ്പെടുത്താൻ സാധിച്ചില്ല. ഇപ്പോൾ സാങ്കേതികമായി ഉൾപ്പെടുത്താൻ ഉള്ള നീക്കങ്ങൾ നടത്തിയപ്പോഴും സമയം അതിക്രമിച്ചു എന്ന മറുപടിയാണ് ഇപ്പോൾ കോടതിയിൽ ഇവർ നൽകുക. അജിംഷ, തീർച്ചയായും അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്നത്. ദേശീയ അത്ലറ്റിക് ഫെഡറേഷന്റെ ഓഫീസിൽ ഇന്ന് എങ്ങനെയാണ് പെരുമാറിയത്, ഇന്ന് എങ്ങനെയാണ് കിടന്നത്. PU ചിത്രയ്ക്ക് വേണ്ടി വലിയ ഇടപെടലുകൾ നടത്തണം. ഹൈക്കോടതിയിൽ ഈ വാദം നിരത്തുന്ന ഘട്ടത്തിൽ വലിയ സ്വതന്ത്ര സ്ഥാപനമാണ്, അതിലേക്ക് ഞങ്ങൾ ഇടപെടാറില്ല എന്ന് കേന്ദ്ര കായിക മന്ത്രാലയം പറയുന്നു, നിലപാട് സ്വീകരിക്കുന്നു. അതിനുശേഷം കോടതി വിധിയെത്തിയപ്പോൾ സാക്ഷാൽ കായിക മന്ത്രി തന്നെ രംഗത്തെത്തി പറയുന്നു കോടതി വിധി നടപ്പാക്കാൻ എല്ലാവരും പെട്ടെന്ന് തന്നെ ശ്രമിക്കണമെന്ന്. അതിനുശേഷം ഈ സ്വതന്ത്ര സ്ഥാപനമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞ ഈ സ്ഥാപനത്തിന്റെ ഓഫീസ് ആ ഹൈക്കോടതി വിധി നടപ്പാക്കാൻ ശ്രമിച്ചതിന്റെ ശ്രമങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ദൃശ്യങ്ങളിൽ, അല്ലേ മനു? തീർച്ചയായും അങ്ങനെയാണ്. യാതൊരു രീതിയിലുള്ള നീക്കങ്ങളും ഈ ഉദ്യോഗസ്ഥർ നടപ്പാക്കിയിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇതിൽ ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഈ അധ്യക്ഷൻ അതിൽ സുമരവിള നേരത്തെ തന്നെ മുംബൈയിലേക്ക് പോയിരുന്നു. ചില സ്വകാര്യ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഈ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി ഈ ഉദ്യോഗസ്ഥൻ നേരത്തെ തന്നെ ദില്ലിയിൽ നിന്ന് പോയിരുന്നു എന്നാണ് ഇവിടുത്തെ ഒരു മീഡിയ അഡ്വൈസർ പറഞ്ഞിട്ടുള്ളത്. ഇതോടൊപ്പം മറ്റൊരു സെക്രട്ടറി ഈ CK വത്സൻ, ഇദ്ദേഹവും നേരത്തെ തന്നെ ചെന്നൈയിലേക്ക് പോയിരുന്നു എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. അതിനാൽ തന്നെ ഈ ഓഫീസിലെത്തി വേണ്ട രീതിയിൽ PU ചിത്രയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളോ മറ്റു ചർച്ചകളോ
ചുമതലയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഇന്ന് ശനിയാഴ്ച ആയതിനാൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക് ശേഷം ചില ഉദ്യോഗസ്ഥർ എത്തുമെന്നാണ് ഇവിടെ എത്തിയപ്പോൾ മറ്റു ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും മറ്റും അറിയിച്ചത്. സ്വാഭാവികമായും ശനിയാഴ്ചയല്ലേ, ഈ ഒരു സാഹചര്യത്തിൽ എന്തിനു നിങ്ങൾ രാവിലെ വന്നു എന്നും മറ്റുമാണ് ഇവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും മറ്റും നമ്മളോട് ചോദിച്ചത്. വേണ്ട രീതിയിൽ ഇപ്പോഴും കായിക മന്ത്രി നിർദ്ദേശം നൽകിയെന്ന് പറയുമ്പോഴും ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്തിയിരുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ്. സ്വകാര്യ ചടങ്ങുകൾക്കും മറ്റുമായി ഈ ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷന്റെ അധ്യക്ഷൻ കൂടിയായ അതിൽ സുമരവല നേരത്തെ തന്നെ മുംബൈയിലേക്ക് പോയിരുന്നു എന്നാണ് ഇപ്പോൾ ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ. ഉദ്യോഗസ്ഥരൊന്നും വേണ്ട രീതിയിൽ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നില്ല. മുൻകൂട്ടി തീരുമാനിച്ച അതേ തീരുമാനം, ചിത്രയെ ഉൾപ്പെടുത്തേണ്ട എന്ന അതേ തീരുമാനം വീണ്ടും ആവർത്തിക്കുക മാത്രമാണ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത്. ഇതിന് പറയുന്ന ന്യായമാകട്ടെ ലോക അത്ലറ്റിക്സ് ഫെഡറേഷനിൽ ഇപ്പോൾ ഉൾപ്പെടുത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി അത്ലറ്റിക്സ് ഫെഡറേഷൻ ഇവരെ ഉൾപ്പെടുത്തില്ല, ചിത്രയെ നിർദ്ദേശിച്ചാലും ഉൾപ്പെടുത്തില്ല എന്ന വിചിത്രമായ ന്യായമാണ് ദേശീയ അത്ലറ്റിക്സ് ഫെഡറേഷൻ പുലർത്തുന്നത്. ഈ ഓഫീസിന്റെ കവാടം തുറന്നു ചെല്ലുമ്പോൾ തന്നെ മലയാളികളുടെ അഭിമാനവും ഇതിഹാസ താരങ്ങളുമായ PT ഉഷയുടെയും അഞ്ജു ബോബി ജോർജിന്റെയും ഒക്കെ ചിത്രങ്ങളാണ് ഇവരുടെ ബോർഡുകളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. അതേ ഇതിഹാസ താരങ്ങൾ ഈ കേരളത്തിന്റെ അഭിമാനമായി വളർന്നു വരാവുന്ന ഒരു താരത്തിന് എതിരെ നിന്നു എന്നതാണ് മറ്റൊരു ആശ്ചര്യം ജനിപ്പിക്കുന്ന ഘടകം. എന്തായാലും ചിത്രയ്ക്ക് നീതി വേണമെന്ന് നിർദ്ദേശിക്കുമ്പോഴും അത് അട്ടിമറിക്കുന്ന നീക്കമാണ് ദില്ലിയിൽ പുരോഗമിച്ചത്. അജിംഷ്, തീർച്ചയായും അങ്ങനെ അട്ടിമറിച്ച നീക്കത്തിനെതിരെ സംസ്ഥാന സർക്കാരും കേരള സമൂഹവും വളരെ ശക്തിയായി PU ചിത്രയ്ക്കൊപ്പമുണ്ട്. ഒപ്പം പീപ്പിൾ TVയും ഇതാ ഹാഷ്ടാഗ് ക്യാമ്പയിനിലൂടെ ചിത്രയ്ക്കുള്ള പിന്തുണയും ചിത്രയ്ക്ക് ലണ്ടനിൽ പോകാനാകണം എന്ന ലക്ഷ്യവും മുൻനിർത്തിക്കൊണ്ട് ഹാഷ്ടാഗ് ക്യാമ്പയിനും പീപ്പിൾ TV ആരംഭിച്ചിരിക്കുകയാണ്. ദേവദാസ് കൂടി ചേരുകയാണ്. ദേവദാസ്, വെങ്കല മെഡൽ നേടിയ ദ്യുതിക് ചന്ദ് വൈറ്റ് കാർഡോടുകൂടി പ്ലേസ്മെന്റ് കിട്ടുന്നു. സ്വർണം നേടിയ പാവം പെൺകുട്ടി പുറത്ത്. വിധി ഹൈക്കോടതിയുടെ അനുകൂലമായിട്ട് പോലും ആ പെൺകുട്ടിക്ക് ഈ ചാമ്പ്യൻഷിപ്പിൽ, ഈ അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനാകുന്നില്ല. എന്താണ് ഇതുവഴി വായിച്ചെടുക്കേണ്ടത്? ഞങ്ങൾ അഞ്ജു ബോബി ജോർജിനെ ഞങ്ങൾ ട്രൈ ചെയ്തു. അഞ്ജു ബോബി ജോർജ് പ്രതികരിക്കാൻ തയ്യാറായില്ല. PT ഉഷയുടെ അതേ മാർഗം തന്നെയാണ് അഞ്ജു ബോബി ജോർജും സ്വീകരിച്ചത്. ഇവർക്കൊക്കെ സമാധാനത്തോടുകൂടി ഇങ്ങനെ തുടരാനാകുമോ? നിയമവും ജനാധിപത്യവും അംഗീകരിക്കുന്ന ശക്തമായ നടപടികൾ ഇവർക്കെതിരെ സ്വീകരിക്കണ്ടേ? ദേവദാസ്, അജിംഷാദ്, ഇവർക്ക് ഉളുപ്പില്ല. എന്താ പറയാ, കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയ. നോർത്ത് ഇന്ത്യൻ ലോബിക്ക് വേണ്ടി കഞ്ഞി വെക്കുന്ന അവരെ വീരപ്പന്മാർക്ക് കഞ്ഞി വെക്കുന്ന കള്ളന്മാരാണ് ഇവർ. അതുകൊണ്ടാണ് ഇവർക്ക് അത് ഉളുപ്പില്ല. ഒന്ന് മാത്രം നോക്കുക, ഈ PT ഉഷയും ഈ അഞ്ജു ബോബി ജോർജും ലിസ്റ്റ് പോലും അവസാന നിമിഷമാണ് മീഡിയ ഇത് എടുത്ത് വെച്ചാൽ 24-ാം തീയതി